റസൂലുള്ളാഹി നേരെ ഇരിക്കാൻ വേണ്ടി പോവുകയും എന്നാൽ ഇബ്നു നവാസ് റളിയല്ലാഹു അൻഹു അവിടെ കിട്ടാവുന്ന ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടുകയും പരമാവധി ആളുകളെ കൂട്ടുകയും ചെയ്തു. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, എന്തിനാണ്? നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ആരെയും അറിയിക്കരുത്, രഹസ്യമാക്കി വെക്കണമെന്ന് പറഞ്ഞതല്ലേ? എന്നാൽ ആ സമയത്ത് ഖാജ വലി ഇബ്നു നവാസ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറയുകയുണ്ടായി, അങ്ങയെ ഒരു നോക്ക് കാണുന്നത് കൊണ്ട് ഒരല്പനേരം അങ്ങയോടൊപ്പം ചെലവഴിച്ചതുകൊണ്ട് ഇത്ര ആളുകൾ രക്ഷപ്പെട്ടു പോകും. അതേസമയം അങ്ങയുടെ ഒരു വാക്ക് അംഗീകരിക്കപ്പെടാത്തതിൻ്റെ പേരിൽ ഈ ഖാജ, ഈ ഹസൻ എന്നാണ് പാപ്പൻ്റെ പേര്, നരകത്ത് പോവുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെടുമല്ലോ എന്ന് ഖാജ വലി ഇബ്നു നവാസ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മറുപടി പറയുകയുണ്ടായി. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ കോഴിക്കോട് വന്നപ്പോൾ ആളുകൾക്കൊക്കെ നമ്മൾ ഒരു ഇൻവിറ്റേഷൻ കൊടുത്ത് എല്ലാവർക്കും ബഹുമാനപ്പെട്ട ആ റസൂലുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിൻ്റെ കാലികമായ അവസ്ഥ ആരിലൂടെയാണോ മുന്നോട്ട് പോകുന്നത്, അത്തരമൊരു വ്യക്തിത്വം നമ്മളെ നഗരത്തിൽ വന്നപ്പോൾ എല്ലാവർക്കും കാണാൻ വേണ്ടി ഒരു സൗകര്യമൊരുക്കുക എന്ന രീതിയിലാണ് നമ്മുടെ ചെറുപ്പക്കാരായ ഇവിടെ സുൽത്താനികളായ കുട്ടികൾ ഈ പരിപാടി ആസൂത്രണം ചെയ്യുകയും നടത്തുകയും ചെയ്ത്. അള്ളാഹു ആ രീതിയിൽ അതിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ പരിപാടിക്ക് നമ്മൾ സുഹ്ബ എന്ന് പേര് വെച്ചത്, സുഹ്ബ എന്ന് പറയുമ്പം അല്പനേരത്തെ സഹവാസം, അതുകൊണ്ടാണ് ഒരാൾ സഹാബിയാവുന്നത്. സുഹ്ബ ഉള്ള ആൾക്കാണ് സഹാബി. ഈ സുഹ്ബ എന്ന് പറയുന്നതിനാണ് തസവുഫിൻ്റെ മണ്ഡലത്തിൽ നമ്മൾ ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തലോ സെമിനാറുകൾ നടത്തലോ സിംപോസിയങ്ങൾ നടത്തലോ ഒന്നുമല്ല. അതിൻ്റെ മാർഗം അല്പസമയം ആ ഗുരുവിനോടൊത്ത് ചെലവഴിക്കുക എന്നുള്ളതാണ് സുഹ്ബ എന്നുള്ളതാണ്. അതാണ് സുഹ്ബത്ത്, സഹവാസം എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്. മൗലാന ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു അതേക്കുറിച്ച് പറയുകയുണ്ടായി, എക് സമാന സുഹ്ബത്തെ ബാ ഔലിയ, എക് സമാന ഒരു കുറഞ്ഞ നേരം, സുഹ്ബത്തെ ബാ ഔലിയ ഒരു വലിയിൻ്റെ മുന്നോട്ടുള്ള സഹവാസം, അത് സദ്സാല താഅത്ത് ബേരിയ, അത് നൂറുകണക്കിന് നൂറ്റാണ്ടുകൾ ഒരാൾ ത്വാഅത്ത് അള്ളാഹുവിന് വേണ്ടി ഇബാദത്തിലായി ഇരിക്കുന്നതിനേക്കാളും അനുഗ്രഹീതമാണ്. റിയാ ഇല്ലാതെ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ നമ്മൾ സാധാരണ ഭാഷയിൽ പറയും ലോകമാന്യം, അല്ലെങ്കിൽ നമുക്ക് പറയാം ജനങ്ങൾ അറിയപ്പെടണം എന്നുള്ള രൂപത്തിലുള്ള, അല്ലെങ്കിൽ ഒരു സദസ്സിൻ്റെ മുമ്പിലാണെങ്കിൽ ആ സദസ്സ് അറിയട്ടെ എന്നുള്ള രീതിയിലുള്ള നമ്മളുടെ പ്രകടനപരമായിട്ടുള്ള എന്ത് കാര്യങ്ങളും അതൊക്കെ പ്രകടനപരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ലോകമാന്യം റിയാ എന്നതിൽപ്പെട്ടതാണ്. ഈ റിയാ എന്നത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമല്ല, റിയാവിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയൊരു കാര്യമല്ല. വളരെ വളരെ ആഴത്തിൽ കിടക്കുന്ന ഒരു പ്രശ്നമാണ്, നമ്മളുടെ എല്ലാം ഹൃദയങ്ങളിൽ കിടക്കുന്ന ഒരു പ്രശ്നമാണ് റിയാവുമായി ബന്ധപ്പെട്ടത്. അത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ചെറിയ കഥ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബിദായത്തുൽ ഹിദായയിലാണെന്ന് തോന്നുന്നു പറയുന്നൊരു കഥയുണ്ട്. ഒരാൾ അവിടുത്തെ അവർ പറയുന്നൊരു മഹാൻ, ആ മഹാന് 30 കൊല്ലത്തോളം 30-ലേറെ വർഷം ഈ പള്ളിയിൽ എത്തി ഒരു ഇമാമിൻ്റെ പിന്നിൽ, ആ ഇമാമിൻ്റെ പിന്നിൽ ഒന്നാമത്തെ സൊഫിൽ ഇമാമിനോട് ഏറ്റവും ചേർന്ന് നിന്നുകൊണ്ട് 30 വർഷത്തിലേറെ ഒരൊറ്റ വക്തും അയാൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ആ രീതിയിൽ അദ്ദേഹം നിസ്കരിച്ചു. അങ്ങനെ 30 വർഷം കഴിഞ്ഞ് ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഒരു ദിവസം ളുഹറിന് അദ്ദേഹം വീട്ടിൽ നിന്ന് എന്തോ തിരക്കിട്ട് പെട്ടെന്ന് എത്തിയപ്പോഴേക്കിനും അദ്ദേഹം
മസ്ബൂക്കാകുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റക്അത്ത് ളുഹറിൻ്റെ ഒന്നാമത്തെ റക്അത്ത് നഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ആ ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിസ്കാരം കഴിയുമ്പോൾ ഇമാമിൻ്റെ നിസ്കാരം കഴിയുമ്പോൾ ഒരു റക്അത്തിന് വേണ്ടി വീണ്ടും ഇദ്ദേഹം എഴുന്നേറ്റ് നിൽക്കണം. അപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കരമായ മാനസിക വിഷമമുണ്ടായി. കാരണം ഞാനിപ്പോൾ ഇത്ര കാലം എനിക്കൊക്കെ അറിയണ 30 വർഷത്തോളം ഇത്ര വലിയ രീതിയിൽ ഇത്ര വലിയൊരു വിഷയം ചെയ്ത ആളാണ്. പക്ഷേ ഇന്ന് എനിക്ക് ഒന്നാമത്തെ ആ തെക്ബീറത്തിൻ്റെ കൂടെ നിസ്കാരം നിർവഹിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടല്ലോ, അത് ഈ ജനങ്ങൾ അറിയുമെന്നല്ലോ എന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നി. അങ്ങനെ അദ്ദേഹം വളരെ നിസ്കാരം വേഗം അവസാനിപ്പിച്ച് അദ്ദേഹം പെട്ടെന്ന് വീട്ടിൽ പോയി. അദ്ദേഹത്തിന് അതിൻ്റെ സങ്കടം സഹിക്കവയ്യാതെ. അപ്പോഴാണ് അദ്ദേഹം അതിൻ്റെ യാഥാർത്ഥ്യം ആലോചിച്ചത്. എനിക്ക് ആ സങ്കടം വന്നല്ലോ, അപ്പോൾ ഞാൻ ഇത്ര കാലമായിട്ട് ഞാൻ ആരാധിച്ചിരുന്നതൊക്കെ അള്ളാഹുവിനല്ലാതായിരുന്നു. ഞാൻ ഈ ജനങ്ങളെ എന്നെ കാണണം, ഈ ജനങ്ങൾ ഞാൻ ഒന്നാം സഫിൽ ഒന്നാമത്തെ റക്അത്തിൽ നിസ്കരിക്കുന്ന ആളാണ് എന്ന് അറിയണം എന്നുള്ളൊരു കാര്യമാണ് ഇതുവരെ എൻ്റെ ഇബാദത്തിനെ മുഴുവൻ മുന്നോട്ട് നയിച്ചത് എന്ന് അദ്ദേഹത്തിന് ഒരു വേള അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഇമാം ഗസാലി റളിയല്ലാഹു പറയുന്നത് അദ്ദേഹം ആ 30 വർഷത്തെയും നിസ്കാരം വീണ്ടും നിസ്കരിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിലേക്ക് ഇതായിട്ട് നിസ്കരിച്ചു. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് പറ്റിയത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ രോഗം, അത് അദ്ദേഹത്തിൻ്റെ ഇബാദത്തുകളെ മുഴുവൻ നശിപ്പിക്കണം. അപ്പം ഇത്തരത്തിൽ ഒരാൾ 100 കണക്കിന് വർഷം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായൊരു കാര്യമാണ് സുഹ്ബ. അപ്പം അത്തരത്തിലുള്ള ഒരു സുഹ്ബത്തിലാണ് നമ്മൾ ഇപ്പം ഉള്ളത്. എല്ലാവരുടെയും നിയ്യത്ത് പോലെ നമ്മളുടെ പ്രവർത്തനങ്ങൾ, നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നതും നമ്മൾ വന്നതുമൊക്കെ നമ്മളുടെ നിയ്യത്ത്, ഇപ്പോൾ അതിൻ്റെ സംഘാടകരുടെ നിയ്യത്തും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ നിയ്യത്ത് പോലെയാണ് നമ്മളുടെ ഈ ഒരുമിച്ച് കൂടൽ എന്ന് പറയാൻ. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയതൊക്കെ കൂടുതൽ നമുക്കറിയാം യുവാക്കളാണ്. ഈ യുവാക്കൾ ചെറുപ്രായക്കാരായ ആളുകളാണ് ഇപ്പോൾ ഇതൊക്കെ സംഘടിപ്പിക്കുന്നതിലൊക്കെ മുന്നോട്ട് നിന്ന്. അപ്പോൾ നമ്മളതിൽ നിന്ന് തിരിച്ചറിയേണ്ട വലിയൊരു കാര്യം, ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ നമ്മൾ ജെൻസി അല്ലെങ്കിൽ പുതിയ യുവതലമുറ ഒക്കെ കൂടുതൽ ഈ ജീവിതത്തിൻ്റെ ആസ്വാദ്യ മേഖലകൾ, ഓൽക്ക് ലൈഫിൻ്റെ എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പലതരത്തിൽ ടൂറ് പോകലോ, സിനിമക്ക് പോകലോ, അല്ലെങ്കിൽ പിന്നെ ഈ ഭക്ഷണം കഴിക്കാൻ പോകലോ, ബീച്ചുകളിൽ ഒരുമിച്ച് കൂടലോ, ഇങ്ങനെ പലതരത്തിലുള്ള രസങ്ങളാണ്. ഈ പലതരത്തിലുള്ള ജീവിതത്തിൻ്റെ എൻജോയ്മെൻറ്റുകൾ കണ്ടെത്താനുള്ള ഇതിലാണ് കൂടുതൽ സമയവും ഇപ്പോൾ ചെറുപ്പക്കാർ ഇൻസ്റ്റഗ്രാമിലും അതുപോലൊക്കെ ചിലവഴിച്ചുകൊണ്ട് ഈ കാര്യങ്ങളിൽ നിന്ന് എന്താണോ യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യവുമായി അകന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് നമ്മൾ ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി ഇത്തരം ഇത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ വാരിസീൻ അബൂ മദിയൻ ഷുഐബ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ അൾജീരിയയുടെ കുത്തുബാണ്. ബഹുമാനപ്പെട്ടവർ ഷെയ്ഖ് അൽ അക്ബർ മുഹീദ്ദീൻ അറബി റളിയല്ലാഹു അൻഹുവിൻ്റെ ഷെയ്ഖാണ്. ബഹുമാനപ്പെട്ട ഔസുൽ ആദം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി റളിയല്ലാഹുവിൻ്റെ ഖലീഫയായിരുന്നു. മഹാനവർകൾ ഒരിക്കൽ പറയുകയുണ്ടായി ഒരു കവിത. അത് ലോകത്ത് തസൗഫിൻ്റെ മണ്ഡലത്തിൽ വളരെ ശ്രദ്ധേയമായ എല്ലാവരും ഉപയോഗിക്കുന്നൊരു കവിത. മാ ലദ്ദത്തുൽ ഐശി ഇല്ലാ സുഹബത്തുൽ ഫുഖറ, മാ ലദ്ദത്തുൽ ഐശി ഇല്ലാ സുഹബത്തുൽ ഫുഖറ. മാ ലദ്ദത്തുൽ ഐശി എന്ന് പറഞ്ഞാൽ ഈ ലൈഫിൻ്റെ എൻജോയ്മെൻറ്റ് എന്ന് പുതിയ തലമുറ പറയുന്ന ജീവിതത്തിൻ്റെ ആ രസം, ആ ജീവിതത്തിൻ്റെ കുറഞ്ഞ നേരത്തെ രസം എന്ന് പറഞ്ഞാൽ ഇല്ല സുഹബത്തുൽ ഫുഖറ, ആ ഫക്കീറുമാരോട് ഉള്ള ഒരു സുഹബത്ത്, കുറഞ്ഞ നേരത്തുള്ള സുഹബയാണ് ഈ ജീവിതത്തിൻ്റെ രസം എന്ന്, ജീവിതത്തിൻ്റെ എൻജോയ് ചെയ്യാനുള്ളൊരു സന്ദർഭം എന്ന് പറഞ്ഞാൽ അതാണ് എന്ന് മഹാനവർകൾ പറയുകയുണ്ടായി. അത് ഒരുപാട് ഹുമുസ്സലാത്തീനു വൽ മുലൂക്ക് വൽ ഉമറ, അവരാണ് ശരിക്ക്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സാധാരണഗതിയിൽ നമുക്ക് ഒരു പരിപാടി നടത്തുമ്പോൾ രാഷ്ട്രീയക്കാരെ കൊണ്ടുവരാം, നേതാക്കന്മാരെ കൊണ്ടുവരാം, ഭയങ്കര കീർത്തിയുള്ള ആളുകളെ കൊണ്ടുവരാം. എന്നാൽ ഇവിടെ നിങ്ങളാരും പ്രതീക്ഷിച്ച് വന്നത് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഇവിടെ വരും എന്ന് കരുതിയിട്ടല്ല, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ ഇവിടെ വരുമെന്ന് കരുതിയിട്ടല്ല, ഒരു പ്രഭാഷകൻ ഇവിടെ വരും എന്ന് കരുതിയിട്ടല്ല. മറിച്ച് കാരണം യഥാർത്ഥത്തിലുള്ള സലാത്തീൻ ഭരണാധികാരികളും യഥാർത്ഥത്തിലുള്ള രാജാക്കന്മാരും യഥാർത്ഥത്തിലുള്ള
ഉമുസ്സലാത്തീനു വൽ മുലൂക്ക് വൽ ഉമറ, നേതാക്കന്മാരായിട്ടുള്ളത് ഈ ഫുക്കറ ആണ്. ഫുക്കറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫക്കീർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സാധാരണഗതിയിൽ അർത്ഥത്തിൽ നമുക്ക് പറയാം, ആ ഫക്കീറിൻ്റെ കയ്യിൽ എന്താണ്? ഫക്കീറിൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഫക്കീർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു മിസ്കീൻ, ഒരു പാവപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിൽ മിസ്കീൻ എന്ന് പറഞ്ഞാൽ അയാളടുത്ത് കുറച്ചെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, പക്ഷേ അയാളെ ആവശ്യത്തിന് തികയില്ല എന്നേ ഉള്ളൂ മിസ്കീനെ സംബന്ധിച്ചിടത്തോളം. അതേ ഫക്കീറിനെ സംബന്ധിച്ചുള്ള അയാളുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ ഒരു ഫക്കീർ എന്ന് പറഞ്ഞാൽ ആ ഫക്കീറിൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. ആ ഒന്നുമില്ലായ്മ എന്താണ്? ആ ഒന്നുമില്ലായ്മയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ആ ഒന്നുമില്ലായ്മ എന്ന് പറയുന്ന അവസ്ഥ, അതുകൊണ്ടാണ് യാ അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് എന്ന് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിലേക്കുള്ള ഫുഖറാക്കളാണ്. അപ്പം അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളാണ് ബഹുമാനപ്പെട്ട ഉസ്താദും അതുപോലെ ഈ പരമ്പര, ഒരു മശായിഖന്മാരുടെ പരമ്പര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഉള്ളത്. ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് തങ്ങൾ, അജ്മീർ ഖാജ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ഈ ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങളൊക്കെ ഫുഖറാകളാണ്. ആ ഫുഖറാകളുടെ കയ്യിൽ ഒന്നുമില്ലാതാവുമ്പോൾ അവിടെ ഉള്ളത് അള്ളാഹു മാത്രമാണ്. അത് നമ്മൾ അവരുടെ മുഖങ്ങളിൽ നമ്മൾ ദർശിക്കുന്നത്, അവരിലൂടെ നമ്മൾ കാണുന്നത്, നമ്മൾ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള വഴി അത് മാത്രമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റആനി ഫഖദ് റഅൽ ഹഖ്, നിങ്ങൾ എന്നെ കണ്ടോ നിങ്ങൾ അള്ളാഹുവിനെ കണ്ടു, നിങ്ങൾ എന്നെ കണ്ടോ നിങ്ങൾ അള്ളാഹുവിനെ കണ്ടു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി ലോകത്ത് പല ആളുകളുടെയും, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പോലെ ഒരുപാട് ആളുകളുടെ ഫോട്ടോ ഉണ്ട്, പലതരത്തിലുള്ള എല്ലാവരുടെയും ഫോട്ടോ ഉണ്ട്. ഈ ലോകത്ത് ലഭ്യമല്ലാത്തൊരൊറ്റ ഫോട്ടോ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചിത്രമാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചിത്രം കണ്ടിട്ട് പോലും നമുക്ക് അള്ളാഹുവിനെ കാണാൻ വല്ല സൗഭാഗ്യമില്ല. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ രൂപം, ആ രൂപം ആരായിരുന്നു? ഹദീസിൽ പറയപ്പെട്ട പോലെ, ഹദീസിൽ പറയുകയുണ്ടായി, ഖലഖല്ലാഹു ആദമ അലാ സൂറത്തി, അള്ളാഹു ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചത് ആ രൂപത്തിലായിരുന്നു. ആ രൂപം ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം. അപ്പോൾ ആ രൂപത്തിലാണ്, ആ രൂപം ഇവിടെ എന്തുകൊണ്ടില്ലാതായി? നമ്മളെ മുമ്പിൽ ആ സൂറത്ത് എന്തുകൊണ്ടില്ലാതായി? അതിൻ്റെ പിന്നിൽ വലിയൊരു ദർശനം തന്നെ. കാരണം ആ രൂപം ഓരോ കാലഘട്ടത്തിലും നിലനിന്ന് വരുന്നത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപങ്ങളായി ഓരോ കാലഘട്ടങ്ങളിലെയും നടന്നു വരുന്ന, ഓരോ കാലഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്ന ഈ ഫുഖറാകളിലൂടെ. കാരണം ഫുഖറായിൽ ഒന്നുമില്ലാതാവുമ്പോൾ അവരുടെ മുഖങ്ങളിൽ നമ്മൾ ദർശിക്കുന്നത് അള്ളാഹുവിനെയാണ്, അല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ ആ തുടർച്ചകളാണ് ഓരോ കാലഘട്ടത്തിലുമുള്ള ഫുഖറാകളിലൂടെ. കാരണം ഫുഖറായിൻ്റെ അതൊരു കണ്ണാടി പോലെ. അപ്പോൾ അത് നമ്മൾ എത്രത്തോളം നമ്മളെ മിനുസപ്പെടുത്തുന്നതോ അത്രത്തോളം അതിൽ വ്യക്തമായിട്ട് നമുക്ക് യാഥാർത്ഥ്യങ്ങളെ കാണാൻ കഴിയും. അപ്പം നമ്മൾ ഈ സുഹബ എന്ന് പറയുന്നതിൻ്റെ ഒരു ഷെയ്ഖുമായിട്ട് അല്ലെങ്കിൽ ഒരു വലിയുമായിട്ട് കുറഞ്ഞ നേരമുണ്ടാകുന്ന സുഹബ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യത്തിൻ്റെ നിമിഷമായിട്ട് നാം കണക്കാക്കണം. നമ്മളിന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള സന്ദർഭം രണ്ട് വിശിഷ്ടമായ രണ്ട് ചരിത്ര സംഭവങ്ങളുടെ ഒരു തുടർച്ചയുള്ള ദുൽഹിജ്ജ മാസത്തിൻ്റെ ഈ അവസാന ഘട്ടത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ സമയത്ത് നമുക്ക് അത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുമായി ബന്ധപ്പെട്ട, ഉസ്താദ് അവറുകളുടെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിൽ കുടികൊള്ളുന്നത് കൊണ്ട് അതുകൂടെ ആ ചരിത്ര സന്ദർഭം കൂടെ അയർപിറക്കിക്കൊണ്ട് ഖുർആൻ പരാമർശിച്ച്, ഈ രണ്ട് ചരിത്ര സംഭവവും ഖുർആൻ പരാമർശിച്ച സംഭവമാണ്. അതുകൊണ്ട് തന്നെ അത് ഖുർആൻ പരാമർശിച്ചതായതുകൊണ്ടും ഖുർആൻ അത് ഓർത്തെടുത്തതായതുകൊണ്ടും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ അതിൻ്റെ വാർഷികമായ സമയങ്ങളിൽ ലോകത്തെല്ലായിടത്തും അനുസ്മരിക്കുക പതിവാണ്. അതിൽ ഒരു ചരിത്ര സന്ദർഭമാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലംയുടെ പരിശുദ്ധമാക്കപ്പെട്ട ദീൻ പരിപൂർണമാക്കപ്പെട്ട ദിവസം. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് അള്ളാഹു ഖുർആനിൽ ആയത്തിറക്കി. ഇന്ന് നാം നിങ്ങൾക്ക് ഈ ദീനിനെ പരിപൂർണമാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ ദീൻ അന്ന് ആ ഹദീസ് ഇറങ്ങിയപ്പോൾ, ആ ആയത്തിറങ്ങപ്പെട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന് യഹൂദികൾ ആ വിഷയം കേട്ടിട്ട് യഹൂദികൾ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവാചകന്മാർക്കാണ് ഇങ്ങനെ ഒരു ആയത്ത് ഇറക്കപ്പെട്ടിരുന്നതെങ്കിൽ ഞങ്ങളതിനെ ഏറ്റവും വലിയ ആഘോഷമായിട്ട് എല്ലാ കൊല്ലങ്ങളിലും കൊണ്ടു നടക്കുമായിരുന്നു. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു ആ സന്ദർഭം ഓർത്തെടുക്കുന്നുണ്ട്. അങ്ങനെ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ദീന് പൂർത്തിയാക്കപ്പെട്ടു എന്ന് ഹജ്ജത്തുൽ വിദായിൽ, ആ വിടപറയൽ ഹജ്ജ് കഴിഞ്ഞ വേളയിൽ നബി സല്ലല്ലാഹു വിടപറയൽ ഹജ്ജലിൻ്റെ വേളയിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറയപ്പെടുകയുണ്ടായി. എന്താണ് ഈ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും? ഇതിൻ്റെ പിന്നിൽ വളരെ വലിയൊരു രഹസ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ആയത്ത് ഇറക്കപ്പെട്ടപ്പോൾ ഈ ആയത്തിൻ്റെ അതിൻ്റെ യാഥാർത്ഥ്യം അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു കൽപ്പിക്കുകയുണ്ടായി. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. ദീൻ അല്ലെങ്കിൽ നമ്മൾ മാർഗം, ആ അള്ളാഹു സത്യമാർഗം, അത് നിങ്ങൾക്ക് പരിപൂർണമാക്കി തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഈ ദീൻ ഒരാൾ പരിപൂർണമാക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളിത് പരിപൂർണമാക്കി കൊടുക്കണമെങ്കിൽ അതിനൊരാൾ വേണം. ഇതൊരാളിലല്ലേ പരിപൂർണമാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു പ്രത്യേകമായ പുസ്തകത്തിൽ കൊണ്ടുപോയിട്ട് പരിപൂർണമാക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല. ഖുർആൻ എന്നുള്ള ഒരു പുസ്തകം ടെക്സ്റ്റായിട്ട് ഒരുമിച്ച് കൂട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ വാക്കുകളും എൻ്റെ ഹദീസുകളൊക്കെ നിങ്ങൾ ക്രോഡീകരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, എങ്ങനെയാണ് ദീനിനെ പൂർത്തീകരിച്ചു കൊടുക്കുക? ഇത് ആ സമയത്ത് ചിന്തിക്കേണ്ട വലിയൊരു വിഷയം ആ ആയത്ത് ഇറക്കപ്പെട്ടപ്പോൾ, ആ ആയത്ത് ഇറക്കപ്പെട്ടതിനെക്കുറിച്ച് അത്ര ഗൗരവമായി ആലോചിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു പറയുകയുണ്ടായി. സിദ്ദീഖ് റളിയല്ലാഹുവിനും ഉമർ റളിയല്ലാഹുവിനും ഒക്കെ കരയുമായിരുന്നു ആ സമയത്ത്. കാരണം അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർത്തീകരണമാണ്. കാരണം ഇത് വേറൊരു വിഷയവുമല്ല, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു വിഷയമാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്നതിൽ നടക്കുന്നത്. അപ്പം ഇക്മാലുദ്ദീൻ, ഈ ദീനിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്ന വിഷയം എന്താണ്? നമുക്കറിയാം, ഈ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ബിൻ അറബി റളിയല്ലാഹുവിനെ പോലെ ഒരുത്തർ വിശദീകരിക്കുന്നുണ്ട്. ദീനിൻ്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തജല്ലിയാത്ത് നമുക്ക് വെളിപ്പെടലുകൾ എന്നൊക്കെ അർത്ഥം വെക്കും, പക്ഷെ അത് പരിമിതമായ അർത്ഥമാണ്. എന്തായാലും ഈ തജല്ലിയാത്തുകൾ പരിപൂർണമാക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഈ ദീന് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത്. അപ്പം ആ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ അത് ഒരു വ്യക്തിയിലേ നടക്കുള്ളൂ. കാരണം ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ല. ഈ ഖുർആനെങ്ങാനും ഒരു മലക്ക് മുകളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ശക്തിക്ക് മുകളിലോ അത് ഇറക്കപ്പെടുകയായിരുന്നു, അതൊക്കെ വിറച്ച് തവിട് പൊടിയാകുമായിരുന്നു എന്ന് പറയപ്പെട്ട വിഷയമാണ്. അപ്പം അത് ഇറക്കപ്പെടാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട തജല്ലിയാത്ത് അതിൻ്റെ പൂർണ്ണതയിൽ ഇറക്കപ്പെടാൻ സ്വീകരിക്കാൻ പാകമായത് ഒരേ മനുഷ്യൻ അല്ലാതെ മറ്റൊന്നും അതിന് എന്നാൽ യഥാർത്ഥത്തിൽ അത് മനുഷ്യനാവാനും പാടില്ല. അതാണ് അതിൻ്റെ ഇന്നമാന ബശറും മിസ്ലുക്കും എന്ന് പറയപ്പെട്ടതുപോലെ ഇത് ഒരു യാഥാർത്ഥ്യത്തിൽ ആവാനും പാടില്ല. ഈ സമയത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹജ്ജത്തുൽ വിദാ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാനുചരന്മാരോടൊപ്പം മദീനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം ജിബ്രീൽ അലൈഹി സ്വലാം വീണ്ടും ഇറങ്ങി, നബിയെ നിങ്ങളോട് ദീനിനെ പൂർത്തിയാക്കാൻ പറഞ്ഞ വിഷയം പറഞ്ഞല്ലോ, അത് നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് സൂറത്തുൽ മാഇദയിൽ അള്ളാഹു അവസാനം ഇറക്കിയപ്പെട്ട ആയത്തുകളിൽപ്പെട്ട ഒരായത്താണത്. യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക വഇല്ലം തഫൽ ഫമാ ബല്ലഗ്ത റിസാലത വല്ലാഹു യാസിമുക മിനന്നാസ് എന്നുള്ള ആയത്ത് അള്ളാഹു ഇറക്കുകയുണ്ടായി. അപ്പം യാ അയ്യുഹർ റസൂലു, റസൂലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അള്ളാഹു ഒരു താക്കീത് പോലെ വിളിക്കുകയാണ്. യാ അയ്യുഹർ റസൂലു, റസൂലേ ബല്ലിഗ് മാ ഉൻസില ഇലൈക, നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടത്, നിങ്ങളൊക്കെ ഇറക്കപ്പെട്ടത് എന്താണ്? പുസ്തകമല്ലല്ലോ ഇറക്കപ്പെട്ടത്, പുസ്തകം ഇറക്കപ്പെട്ടിട്ടില്ലല്ലോ. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടില്ലല്ലോ, ലൈലത്തുൽ ഖദ്റിൽ ഇറക്കപ്പെട്ടത്. അവിടെ എന്തായി? ഇന്ന അൻസൽനാഹു. അപ്പം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറക്കപ്പെട്ടത്? അതിനെ യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക, നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിനെ നിങ്ങൾ എത്തിച്ചു കൊടുത്തോളെ. വഇല്ലം തഫ്അൽ, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഫമാ ബല്ലഗ്ത റിസാലത, നിങ്ങൾ ഈ റിസാലത്തിനെ തന്നെ എത്തിച്ചു കൊടുത്തിട്ടില്ല നിങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടില്ല എന്ന് വരും. അതുകൊണ്ട് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആശങ്ക, ഇത് ഞാനൊരാളിലേക്ക് എത്തിച്ചു കൊടുത്തത് പിന്നെ ഇത് പറയപ്പെടുമ്പോൾ അതിനെക്കുറിച്ചുണ്ടാകുന്ന ആശങ്കകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു വല്ലാഹു യാസിമുക മിനന്നാസ്, ജനങ്ങൾ അതൊന്നും പറയും നിങ്ങൾ പേടിക്കണം. വല്ലാഹു യാസിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നത് അള്ളാഹു അല്ല നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആ വിഷയം താക്കീത് ചെയ്ത് ഇറക്കപ്പെട്ടപ്പോൾ അവർ ഹുമ്മ് എന്നുള്ള സ്ഥലത്തായിരുന്നു ഒദീർ, അവിടുത്തെ ഒരു ഒദീർ നല്ല തടാകം,
ആ തടാകത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു. അവിടുന്നാണ് വെള്ളം ശേഖരിച്ചു കൊണ്ട് ഓരോരുത്തരും പല ഭാഗങ്ങളിലേക്കായിട്ട് ഹജ്ജിന് വന്ന ആളുകളൊക്കെ പല ഭാഗങ്ങളിലേക്ക് പിരിഞ്ഞു പോകും. അപ്പോൾ ആ സ്ഥലത്ത് വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പ്രസംഗപീഠത്തിൽ കയറി. ആ പ്രസംഗപീഠത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട തഫ്സീറു റാസിയിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ സംഭവം വിവരിക്കുന്നുണ്ട്. എന്നിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് ഇങ്ങനെയാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രസംഗം നടത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ നിന്ന് ഞാനല്ലേ നിങ്ങളുടെ യജമാനൻ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ അരിയാർ തങ്ങളെ ആ വേദിയിലേക്ക് വിളിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ സാധാരണ പരിപാടിക്കൊക്കെ നേതാക്കന്മാർ കൈ ഉയർത്തുമല്ലോ, രണ്ടാൾ കൂട്ടിപ്പിടിച്ച്, അതേപോലെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ ഉയർത്തി കാണിച്ചുകൊണ്ട് മൻ കുന്തു മൗലാഹു ഫാലിയുൻ മൗലാഹ്, ഈ മൻ കുന്തു മൗലാഹു എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്ക് അതിൻ്റെ ബാഹ്യമായ അർത്ഥം സാധാരണഗതിയിൽ മൻ കുന്തു മൗലാഹു ഫാലിയുൻ മൗല, ഞാൻ ആർക്ക് മൗലയാണോ അവർക്ക് അലി റളിയല്ലാഹു മൗലയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു: അല്ലാഹു മൻസുറു മൻ നസറ, അവരെ സഹായിച്ചവരെ സഹായിക്കുക, വഖ്ദുൽ മൻ ഖദല, അവരെ തള്ളിക്കളഞ്ഞവരെ നീയും തള്ളിക്കളയണ റബ്ബേ എന്ന് അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തുകൊണ്ട് അത് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം, അതേമാതിരി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ബഖിൻ ബഖിൻ യബ്ന അബി താലിബ് എന്ന് ഇമാം റാസി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഇമാം മുസ്നദ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മുസ്നദിലും പറഞ്ഞതായിട്ട് റാസി ഇമാം ഉദ്ധരിക്കുന്നു. അപ്പം അതേപോലെ 150ഓളം 160-ലേറെ സ്ഥലത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അവിടെ സംഭവിക്കുന്നത് എന്താണ്? നമ്മളിപ്പോഴും ആ വിഷയത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ മൻ കുന്തു മൗലാഹു എന്നുള്ളതിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത്? നമ്മളതിൻ്റെ ഒന്ന് പിരിച്ചെടുത്തു കഴിഞ്ഞാൽ, നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് ആഴത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ, മൻ കുന്തു മൗലാഹു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിലപ്പുറം, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള കെലിമ, ആ കെലിമക്കപ്പുറം ആ കെലിമ എന്താണോ പറയുന്നത് അതിലപ്പുറം അതിലൊന്നുമില്ല. അപ്പോൾ ഫഅലിയുൻ മൗലാഹു എന്ന് പറയുമ്പോൾ അതിൻ്റെ അതേ ആ ദൗത്യത്തിൻ്റെ ഒരു തുടർച്ചയായും കൊണ്ട് ആ ദൗത്യം അതേപോലെ നിർവഹിക്കപ്പെടുന്ന അതാണ് ഫഅലിയുൻ മൗലാഹു, മൻ കുന്തു മൗലാഹു ഫഅലിയുൻ മൗലാഹു. ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നതിൽ അപ്പുറം അതിലൊന്നുമില്ല. അതിൻ്റെ ആയത്തിലേക്ക് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മളതിലെ മൻ കുന്തു മൗലാഹു ഇതൊക്കെ നമ്മളൊന്ന് ഏപരിച്ചെടുത്ത് വ്യാഖ്യാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കണ്ടെത്താൻ പറ്റും. അപ്പം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് അങ്ങനെ ചെയ്തത്? കാലാകാലഘട്ടങ്ങളിൽ ഓരോ പ്രവാചകന്മാരും ഇത്തരത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാം ആ തരത്തിൽ അവിടുത്തെ വസിയ്യ് ബഹുമാനപ്പെട്ട ശീസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാര്യത്തിൽ അങ്ങനെ നിർവഹിച്ചു. അതേപോലെ ഓരോ മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനെ കാണാൻ പോയി തിരിച്ചു വരുന്ന സമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എനിക്ക് എൻ്റെ സഹോദരൻ ഹാറൂൻ, അത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജ്യേഷ്ഠനായ സഹോദരൻ, മൂസാ നബി അലൈഹി ഇസ്ലാമിനേക്കാളും പ്രായമുള്ള ജ്യേഷ്ഠനായ സഹോദരനാണ് ഹാറൂൻ അലൈഹി ഇസ്ലാം. അങ്ങനെ ഒരു മുതിർന്ന ആളെയാണ് ഹാറൂൻ നബി അലൈഹി ഇസ്ലാം കണ്ടത്. അതേപോലെ അങ്ങനെ ഈ ദീന് പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ അതിൻ്റെ പൂർത്തീകരണമായി അതിൻ്റെ ഒരു അവസ്ഥകളായിട്ട് ഓരോ കാലഘട്ടങ്ങളും നിലനിന്നതാണ്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലും നമ്മൾ ഒരു ഭാഗത്ത് യഹിയാ നബി അലൈഹി ഇസ്ലാമിനെ പോലെ, സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ പോലെ നമുക്ക് കാണാം. അതേപോലെ ഓരോ കാലഘട്ടത്തിലും ദീന് നമ്മളെ പിൽക്കാലത്തുണ്ടായ തുടർച്ചകളിൽ എല്ലാ കാലഘട്ടത്തിലും ഇതിൻ്റെ തുടർച്ചകളായ ബഹുമാനപ്പെട്ട ഔസുല്ലാദം ഖദ്ദസല്ലാഹു സിറോഹുൽ അസീസിൻ്റെ കാലഘട്ടം വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് തങ്ങൾ ഖദ്ദസല്ലാഹു സിറോഹുൽ അസീസ് മഹാനവറുകൾ ബസറയിലായിരുന്നു. അവിടുന്ന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി മദീനത്ത് ചെന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുൻതു ഉർസിലുഹാ തുഖബ്ബിലുൽ അർളാനി വഹിയ നായിബതി ഫഹാദിഹി തൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യമീനക കൈ തഹ്ലാ ബിഹാ ശഫതി. അപ്പോൾ ആ ഖബറിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ അങ്ങയുടെ വലതുകരം നമ്മൾ ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വലതുകരം ഉയർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തന്നെയാണ് ബഹുമാനപ്പെട്ട റിഫായി ശേഖരങ്ങൾ അവിടെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കി, എന്തായിരിക്കും അപ്പുറത്ത് ഏതായിരിക്കും കരം?
ഓരോ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് തന്നെ ചിന്തിച്ചു പോകണം. അപ്പോൾ നമ്മൾ ഓരോ കാലഘട്ടത്തിലും തുടർച്ചകളിലൂടെ അതന്നെ സംഭവിച്ചു. അപ്പോൾ നമ്മളുടെ ഈ കേരളത്തിലേക്ക് വരുമ്പോൾ ബഹുമാനപ്പെട്ട മമ്പുറം സയ്യിദ് അലവി ഖദ്ദസല്ലാഹു സിറോഹുൽ അസീസ്, അതേപോലെ ബഹുമാനപ്പെട്ട കടലുണ്ടി ബഹറുൽ മുസല്ല ബാഹസൻ സയ്യിദ് മുഹമ്മദ് ജമലി തങ്ങൾ ഖദ്ദസല്ലാഹു, ഈ രണ്ടു പേരും ഇതേപോലെയുള്ള ഓരോ യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് അവരുടെ ആ ബന്ധങ്ങൾ ലോകത്ത് വളർന്നു പോയത്. അതിൻ്റെയൊക്കെ അർത്ഥം ഒറ്റ അർത്ഥമേ ഉള്ളൂ, മൻ കുന്തു മൗലാഹു ഫാലിയുൻ മൗലാഹു. ആ രൂപത്തിലാണ് ഇതെല്ലാ കാലഘട്ടത്തിലും ദീന് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഞങ്ങൾ പിന്നെ 2004 ഡൽഹിയിൽ വെച്ച് ബഹുമാനപ്പെട്ട സുൽത്താൻ സിൽസ്മുല്ലാദം സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഖദ്ദസല്ലാഹു സിറോഹുൽ അസീസ് മഹാനവർകളെയും അതുപോലെ ഉസ്താദിനും ഈ പരിശുദ്ധമാക്കപ്പെട്ട മെഹബൂബിയ എന്ന് പറയുന്ന ഒരു വലിയ പദവി അവിടുന്ന് നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗാ ഷരീഫിൻ്റെ ആഭിമുഖ്യത്തിൽ നിർവഹിക്കപ്പെടുകയുണ്ടായി. സത്യത്തിൽ അന്ന് മടങ്ങി വരുമ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഖദ്ദസല്ലാഹു സിറോഹുൽ അസീസ് ഉസ്താദിനോട് തന്നെ നമ്മളോട് പറഞ്ഞൊരു വിഷയം, ഒരു ഷെയ്ഖ് കാമിലാകുന്നത് അവിടുത്തെ ഒരു പൂർണ്ണനായ ഒരു കാമിലായ ഖലീഫ പ്രതിനിധി ഉണ്ടാകുമ്പോഴാണ്. കാരണം അവിടെ നിർവഹിക്കപ്പെടുന്നത് ആ ഷെയ്ഖ് കാമിൽ, നേരത്തെ ഞാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർത്തീകരണമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹാണ് ഈ മൻ കുന്തു മൗലാഹു ഫലിയു മൗലാഹു, അല്ലാതെ അത് അലി റളിയല്ലാഹുവിൻ്റെ മദ്ഹല്ല. പല നമ്മൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഫളായിലു അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹു, അതിലാണ് നമുക്ക് എന്ത് ചെയ്യുക, അലി റളിയല്ലാഹുവിൻ്റെ ശ്രേഷ്ഠതകളിലാണ് സാധാരണ ഇത് കാണുക. പക്ഷേ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠതയാണ്. അടിസ്ഥാനപരമായി അലി റളിയല്ലാഹുവിൻ്റെ ഇതല്ല, പൂർത്തീകരണമല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർത്തീകരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ഫളായിലുമാണ് ശരിക്ക് ഈ സംഭവം വദീർഹും എന്ന് പറയപ്പെട്ട സംഭവം കാണേണ്ടത്. അപ്പോൾ അത് ഈ വദീർഹും സംഭവം അത് അവിടെ സംഭവിച്ചു പോയൊരു കാര്യമല്ല എന്നാണ് പറയുന്നത്. അത് ഓരോ കാലഘട്ടങ്ങളിലൂടെയും തുടർന്ന് വരികയാണ്. നമ്മളിപ്പോൾ മെഹബൂബിയ എന്ന് നമ്മൾ പറയുമ്പോൾ ഞാൻ ഒരു സംഭവം, ഒരു ചരിത്ര സംഭവം ഓർക്കുക. ബഹുമാനപ്പെട്ട ഖിളിർ അലൈഹിസ്സലാം അവിടത്തേക്ക് അള്ളാഹുവിൻ്റെ ഉന്നതമാക്കപ്പെട്ട മുഹിബ്ബീങ്ങളെക്കുറിച്ച് ഒരു വലിയ ലിസ്റ്റ് നൽകപ്പെട്ടു. അള്ളാഹുവിൻ്റെ ലോകത്ത് വരാനുള്ളതും വന്നതുമായ എല്ലാ മുഹിബ്ബീങ്ങളുടെ ലിസ്റ്റ്. അപ്പോൾ ഈ മുഹിബ്ബീങ്ങളുടെ ഒക്കെ ലിസ്റ്റ് വെച്ച് ബഹുമാനപ്പെട്ട ഖിളിർ അലൈഹിസ്സലാം പിന്നെ അതിൽപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ അദ്ദേഹം നസീഹത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, വലിയ ക്ലാസ്സൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ആൾക്കാർ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരാൾ മാത്രം ഉണ്ട് ഒരു ഭാഗത്ത് പോയിട്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ, മൂപ്പർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല, മൂപ്പരൊരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഖിളിർ അലൈഹിസ്സലാം ഇത് കണ്ടപ്പോൾ ഖിളിർ അലൈഹിസ്സലാം മൂപ്പര് ഇതെന്താ ആള് ഇങ്ങനെ ഇതൊന്നും അശ്രദ്ധമായിട്ട് ഇരിക്കണം, മൂപ്പരടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങളൊരാൾ മാത്രം ഇപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കണത് അള്ളാഹുവിൻ്റെ മുഹിബ്ബീങ്ങളിൽ പെട്ട ആളാണ്, ഇദ്ദേഹത്തെ നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം പിന്നെ ഖിളിർ അലൈഹിസ്സലാം ചോദ്യം ചെയ്തു, നിങ്ങൾ വന്നിട്ട് സദസ്സിലിരിക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഒരാൾ അവിടെ മാറിയിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയല്ലോ നിങ്ങളൊന്ന് വന്ന് സദസ്സിക്കിരിക്കി അതുപോലെ. അപ്പോൾ പറഞ്ഞു നിങ്ങളെ പണി എടുത്താൽ മതി, എൻ്റെ പണിയിൽ നിങ്ങൾ ഇടപെടാൻ വരണ്ടാറ്. അപ്പോൾ ഖിളിർ അലൈഹിസ്സലാം പിന്നെയും പറഞ്ഞു അയാളോട് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. മൂന്നാമത്തെ വട്ടം ഇത് ചെയ്തപ്പം ഖിളിർ അലൈഹിസ്സലാം ഈ ആൾ പറഞ്ഞു, ഖിളിറെ നിങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കിക്കോളിട്ടോ, ഇത് മൂപ്പര് ഈ ഇരിക്കണ ആളെ നിങ്ങൾ ഖിളിറായിരിക്കും, പക്ഷേ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച പണി നിങ്ങൾ എടുത്താൽ മതി, നിങ്ങൾക്ക് ആ മുഹിബ്ബീങ്ങളെ പട്ടിക മൊത്തം നൽകപ്പെട്ടിട്ടുണ്ടാവും, എന്നാൽ അള്ളാഹുവിൻ്റെ ഉന്നതമാക്കപ്പെട്ട മെഹബൂബീങ്ങളുടെ ഒരു പട്ടിക ഉണ്ട്, മെഹബൂബീങ്ങളുടെ ലിസ്റ്റ്, അത് നിങ്ങളിട്ട് നോക്കിയിട്ടുണ്ടോ ചോദിച്ചു. അതിലുള്ള ആൾക്കാരാണിത്, ഞങ്ങളെ കാര്യത്തിൽ ഇടപെടാൻ വരണം കേട്ടോ എന്ന്. അപ്പം അള്ളാഹുവിൻ്റെ മെഹബൂബീങ്ങൾ എന്ന് പറയുന്ന അത്യുന്നതമാക്കപ്പെട്ട അവസ്ഥകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ്, അതുപോലെ ഷെയ്ഖുന സുൽത്താൻ ഖദ്ദസല്ലാഹു സിറോഹുൽ അസീസ്, ഇതൊന്നും പൊതു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഖിളിർ അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ മൊത്തം ഔലിയാക്കന്മാരെ നിയന്ത്രിക്കാൻ വേണ്ടി, ഭൂമി ലോകത്തും എല്ലാ ലോകത്തുള്ള ഔലിയാക്കന്മാരെ നിയന്ത്രിക്കാൻ വേണ്ടി, അവരെ മാർഗദർശനം ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട ഖിളിർ അലൈഹിസ്സലാം. ഖിളിർ അലൈഹിസ്സലാമിനെ പോലും ഖിളിർ അലൈഹിസ്സലാമിന് പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു ഈ ഒരു വിഷയം പഠിക്കാൻ വേണ്ടി ഖുർആനിൽ ഏൽപ്പിക്കപ്പെട്ടപ്പം ഈ യാഥാർത്ഥ്യങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഖിളിർ അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലാണ് പറയപ്പെട്ടത്. അപ്പോൾ ഖിളിർ അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ചരിത്രത്തിലാണ് നമുക്ക് ഇത്തരത്തിൽ ഈ സംഭവം കാണാൻ കഴിയും. അപ്പം ഇത്തരത്തിലാണ് അള്ളാഹു പിന്നെ അവൻ്റെ മെഹബൂബീങ്ങളെ വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ
നമ്മൾ ഒരു മൂസാ നബിൻ്റെ അവസ്ഥയിലാണെങ്കിൽ പോലും നമുക്ക് എന്തായാലും തിരിച്ചറിയാൻ പറ്റും. ഹിദർ നബിൻ്റെ അവസ്ഥയിലായിട്ടും സംഭവം അതിൽ ചരിത്രത്തിൽ പല ഉൾരഹസ്യങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ പറയുമ്പോൾ ലാഹിറിനനുസരിച്ച് പറയണമല്ലോ എന്ന് കരുതി മാത്രം ഞാൻ ചരിത്രത്തിലുള്ള വിഷയം പറയാം, അല്ലാതെ ഹിദർ അലി ഇസ്ലാമിനെ അറിയായിട്ടൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഏതായാലും അങ്ങനെ ഹിദർ അലി ഇസ്ലാമിൻ്റെ ആ രഹസ്യത്തിന് ആ വിഷയം, അതിൻ്റെ അപ്പുറത്ത് മെഹബൂബി എന്നുള്ള മെഹബൂബ് എന്നുള്ള അള്ളാഹുവിൻ്റെ ആ വിഷയം കിടക്കുമ്പോൾ നമ്മൾ ഓരോ കാലഘട്ടത്തിലും ഈ വിഷയങ്ങളിലൂടെ ആരാണ് പോകുന്നത് എന്ന് നമ്മുടെ പൊതുവായ പത്രമാധ്യമങ്ങളോ അല്ലെങ്കിൽ സംഘടനകൾ എന്ത് പറയുന്നു എന്നോ അല്ലെങ്കിൽ മത കാര്യങ്ങൾ എന്ത് പറയുന്നു എന്നോ ഇതൊന്നും നോക്കിയിട്ട് നമുക്ക് വിലയിരുത്താൻ ഈ വിഷയം പറ്റുകയില്ല. ഇത് നമ്മൾ കണ്ടെത്തേണ്ട, നമ്മുടെ അന്വേഷണത്തിലൂടെയും നമ്മൾ അവരുമായുള്ള സമ്പർക്കത്തിലൂടെയും സുഹബത്തിലൂടെയും കണ്ടെത്തേണ്ട ഒരു വിഷയം മാത്രമാണ്. മറ്റൊരു മാർഗം ഇതിന് അള്ളാഹുവിൻ്റെ കശ്ഫ്, അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരുന്ന അറിവുകൾ പ്രകാരം അള്ളാഹുവിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അറിയിക്കപ്പെട്ടാൽ മാത്രം. കാരണം നേരത്തെ ഞാൻ ഹിദർ അലൈഹി ഇസ്ലാമിൻ്റെ സംഭവം പറഞ്ഞതുപോലും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് അറിയിക്കപ്പെട്ടില്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്നുള്ളതാണ്, അറിയിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് അറിയിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ മാത്രമേ എങ്ങനെയാണ് ഓരോ കാലഘട്ടത്തിലൂടെ ഈ ദൗത്യം തുടർന്നു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ബഹുമാനപ്പെട്ട ഞാൻ പറഞ്ഞു വന്നത് മൻ കുന്തു മൗലാഹു ഫാലിയുൻ മൗലാഹു എന്ന് പറഞ്ഞതിൻ്റെ എന്ന വിഷയം സംഭവിച്ചതിൻ്റെ ഒരു വാർഷികമാണ്. അത് ഓരോ കാലഘട്ടത്തിലൂടെയും എങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും ആ പരിശുദ്ധമാക്കപ്പെട്ട ദീൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള ദീൻ ഓരോ കാലഘട്ടത്തിലൂടെയും കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളിലൂടെ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ദീന് പൂർത്തീകരിക്കുന്നത് ഒരു വ്യക്തിയിലാണ്, അല്ലാതെ ദീന് പൂർത്തീകരിക്കുന്നത് ഒരു ഗ്രന്ഥത്തിലോ അല്ലെങ്കിൽ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ പള്ളി ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ മദീനത്ത് വലിയൊരു പള്ളി നിർമ്മിച്ചത് കൊണ്ടോ അല്ല ദീന് പൂർത്തീകരിക്കപ്പെടുന്ന ആ വ്യക്തിയിലാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. അതുപോലെ ഇന്നത്തെ ദിവസം നമ്മൾ ഈ വിഷയത്തിൻ്റെ പേരിൽ അലി റളിയല്ലാഹുവിനെ കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പം ഒരു അലി റളിയല്ലാഹുവിന് ഒരുപാട് ഈ ഒരൊറ്റ വിഷയത്തിൻ്റെ പേരിൽ അലി റളിയല്ലാഹുവിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു. ഈ ദീനിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിൻ്റെ പേരിൽ അന്ന് അത്രയും വലിയ ആളുകളായിരുന്ന ആളുകളൊക്കെ അലി റളിയല്ലാഹുവിന് ഒരു പക്ഷേ ശത്രുക്കളായി. നമുക്കറിയാം ഇപ്പോൾ ഇന്ന് ഷിയാക്കളുണ്ട്, സുന്നികളുണ്ട് ലോകത്ത്. ഈ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തെ കാണുന്നിടത്തോൾക്ക് വലിയ അബദ്ധമാണ് സംഭവിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് വദീർ ഹുമ്മിൻ്റെ സംഭവത്തിൽ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഇന്നിപ്പോൾ ലോകത്തെല്ലായിടത്തും ആഘോഷങ്ങളായി. സോഷ്യൽ മീഡിയ തുറന്ന ആൾക്കാർക്ക് അറിയാം വദീർ ഹുമ്മിൻ്റെ ആഘോഷം. അത്രയും ഒരു സ്ഥലത്ത് 2000 മീറ്റർ ദൈർഘ്യമുള്ള ലോകത്ത് ഗിന്നസ് ബുക്കിൽ നേടിയ കേക്ക്, വദീർ ഹും കേക്ക് മുറിച്ചിട്ടാണ്. പല സ്ഥലത്തും പല രീതിയിൽ പല തരത്തിലുള്ള ആഘോഷങ്ങൾ. അജ്മീറിൽ അവിടുത്തെ സൂഫികളായ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് മശായിഖന്മാരും ആളുകളൊക്കെ ഒരുമിച്ച് കൂടി വലിയ ആഘോഷം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി. അപ്പോൾ എന്താണ്, പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് എല്ലാവരും അജ്ഞരാണ്. ഈ ആഘോഷങ്ങൾക്കൊക്കെ ഉള്ളിൽ ഇത് മറക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നിടത്താണ്. കാരണം അള്ളാഹു ലാഹിറായിട്ട് മറിഞ്ഞിരിക്കണം. അള്ളാഹുവിൻ്റെ വെളിപ്പെടലിൻ്റെ ആധിക്യം മൂലം അള്ളാഹു ഒന്നാകെ കണ്ട് വെളിപ്പെട്ടിട്ട് അങ്ങേറ്റത്തെ വെളിപ്പെടൽ കൊണ്ട് അള്ളാഹു മറിഞ്ഞിരിക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു പറഞ്ഞതുപോലെ ഇതേപോലൊരു അവസ്ഥയാണ് ഈ നമ്മളെ സംബന്ധിച്ചോളം സത്യത്തിന് മുമ്പിൽ. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദിനെ പരിചയപ്പെടുത്തിക്കാലും അതുപോലെ ഇതൊക്കെ നമ്മളുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ ആ വെളിപ്പെടലിൻ്റെ അതിശക്തമായ മറ. കാരണം വെളിപ്പെട്ടുകൊണ്ട് നമുക്ക് കാര്യം കാണാതായി പോവാം, നമ്മുടെ കണ്ണ് കാണാതായി പോവാണ്. കാരണം ഇപ്പോൾ ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഭയങ്കര ഡെസിമൽ ശബ്ദങ്ങൾ, ചില പ്രകാശങ്ങളൊക്കെ, അത് ആ ശബ്ദം അധികം ഭയങ്കരമായിരിക്കും, പക്ഷേ നമ്മളെ ചെവിടുക്കാൻ കേൾക്കുന്നുണ്ടാവില്ല. കാരണം കേൾക്കാനുള്ള കഴിവ് നമ്മൾക്ക് ചില അതിശക്തമായ പ്രകാശങ്ങൾ അത് നമുക്ക് കാണാൻ പോലും പറ്റില്ല. അതുപോലെയാണ് അള്ളാഹുവിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മളുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. അതൊന്നും മറക്കപ്പെട്ടതല്ല, എന്നാൽ അതിൻ്റെ അതിവലിയ വെളിപ്പെടൽ കൊണ്ട് അത് മറഞ്ഞിരിക്കുകയാണ്. ഇതേപോലെയാണ് ബഹുമാനപ്പെട്ട ഈ വദീർ ഹുമ്മിൻ്റെ സംഭവവും അത് എത്രത്തോളം അതിൻ്റെ അത്രത്തോളം അതിൻ്റെ യാഥാർത്ഥ്യം അവരിൽ നിന്ന് മറിഞ്ഞിരിക്കുകയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതേപോലെ തന്നെയാണ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച അവിടുത്തെ ദൗത്യത്തിൻ്റെ കാര്യത്തിൽ ഖുർആൻ എടുത്തു പറഞ്ഞ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് ആ സംഭവം നടന്ന ഒരു ദിവസത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. അള്ളാഹു അതുപോലെ ആ ഒരു സംഭവത്തിൽ കൂടിയിരുന്നവരിൽ, അതിൽ സംഗമിച്ചവരിൽ അള്ളാഹു നമ്മളെ ഈ സുഹ്ബ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന സന്ദർഭങ്ങളിൽ അള്ളാഹു മറ്റൊരു ആയത്ത്
അള്ളാഹു ഇറക്കപ്പെട്ട് അതിൻ്റെ സാഹചര്യവും ഇത് സമാനമായൊരു വിഷയം പോലെ അത് ഈ ഒരു സംഭവം ഉണ്ടായത്. അത് ദുൽഹിജ്ജ 23-24 സംഭവിച്ച ഒരു സംഭവം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാ കഴിഞ്ഞ് വന്ന സന്ദർഭത്തിൽ അവിടുന്ന് നജ്റാനിൽ നിന്നുള്ള ക്രിസ്ത്യാനികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില കാര്യങ്ങളിൽ തർക്കിക്കാനായി വന്നു. അങ്ങനെ അവർ ഒരുപാട് വിഷയങ്ങൾ തർക്കിച്ചു. അപ്പം ഈസാ നബി അലൈഹി സ്വലാം ദൈവപുത്രനാണോ, ദൈവമാണോ, ദൈവപുത്രനാണോ, അല്ല പ്രവാചകനാണോ എന്നുള്ള വിഷയത്തിലൊക്കെ തർക്കങ്ങൾ ഒരുപാട് നീണ്ടുപോയി. അപ്പോൾ 2-3 ദിവസം തർക്കിച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഇറക്കപ്പെട്ട വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിരുന്നു. എല്ലാ മറുപടികളും പറഞ്ഞിട്ടും അവർക്ക് സമ്മതിക്കാൻ പറ്റുന്നില്ല. അപ്പം അള്ളാഹു ഒരു മറുപടി ഇറക്കി, ഫൈൻ ഹാജക ഫീ, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അവർ നിന്നു മിംബാദി മാ ജാക ബിഹിൽ, ഓൽക്ക് ഇൽമു കൊണ്ട് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അവരിങ്ങളോട് തർക്കിക്കുകയാണെങ്കിൽ ഫഖുൽ താലോ, എന്നാൽ അവരോട് പറയും താലോ, നിങ്ങളിങ്ങോട്ട് വരി, നിങ്ങൾ വരി, നാളെ നദു അബിനാന വബിനാക്കും വനിസാഅന വനിസാക്കും വഅൻഫുസന വഅൻഫുസക്കും സുമ്മ നബ്തഗിൽ ഫനജഅൽ ലഅനത്തല്ലാഹി അലൽ കാദിബീൻ. അപ്പം അള്ളാഹു പറഞ്ഞു ഓരോട് നിങ്ങളെ മക്കളെയും കുട്ടികളൊക്കെ വിളിച്ച് വരാൻ പറയും. അതുപോലെ നിങ്ങളെ സ്ത്രീകൾ, നിങ്ങളെ കുട്ടികളെയും ഞങ്ങളെ കുട്ടികൾ, നിങ്ങളെ സ്ത്രീകളെയും ഞങ്ങളെ സ്ത്രീകളെയും കൊണ്ടുവരും, നിങ്ങളെ നഫ്സുകളെയും ഞങ്ങളുടെ നഫ്സുകളെയും വഅൻഫുസന വഅൻഫുസക്കും, ഞങ്ങളുടെ നഫ്സുകളെയും നിങ്ങളെ നഫ്സുകളെയും കൊണ്ടുവരും. അങ്ങനെ ഈ 2 വിഷയങ്ങളും 3 വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബൈക്ക് തന്നെ ഈ ഇവരോട് രാവിലെ ഗ്രൗണ്ടിൽ വരാൻ പറഞ്ഞ് എനിക്ക് അള്ളാഹുവിൻ്റെ ഓർഡർ ഇങ്ങനെയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വബിനാന വബിനാക്കും, നിങ്ങളുടെ മക്കൾ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളല്ല അപ്പോൾ കൂട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിൻ്റെ 2 മക്കളെ ഹസൻ റളിയല്ലാഹുവിനെയും ഹുസൈൻ റളിയല്ലാഹുവിനെയും കൂട്ടി അവരോട് അവരെ മക്കളെയും കൂട്ടാൻ പറഞ്ഞു, ക്രിസ്ത്യാനികളോട്. അതേപോലെ നിസാഅന വ നിസാക്കും, നിങ്ങളുടെ സ്ത്രീകളെയും ഞങ്ങളുടെ സ്ത്രീകളെയും. നിങ്ങളുടെ സ്ത്രീകളെ എന്ന് പറഞ്ഞാൽ ആരെ കൂട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 11 ഭാര്യമാരുണ്ടായിരുന്നു. അതേപോലെ മാരിയത്തുൽ കിബ്തിയ എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടായിരുന്നു. അങ്ങനെ പല സ്ത്രീകളുണ്ടായിരുന്നു. അത് നമ്മളൊരു ബന്ധം എന്ന് പറയുമ്പോൾ, ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഏറ്റവും അടുത്ത് കിടക്കുന്നത് ഭാര്യയാണ്. വനിസാഅന വനിസാക്കും എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെയോ ഒന്നുമല്ല കൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് കൂട്ടി. അതേപോലെ വഅൻഫുസന വഅൻഫുസക്കും, ഞങ്ങളുടെ നഫ്സുകളെയും നിങ്ങളുടെ നഫ്സ് എന്ന് പറഞ്ഞപ്പോൾ നഫ്സ് എന്നാണ് അവിടെ അള്ളാഹു ഉപയോഗിച്ചത്. അംഫുസന വഅൻഫുസക്കും, നമ്മൾ പറഞ്ഞില്ലേ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളുടെ നഫ്സുകളിൽ നിന്നുള്ള റസൂൽ വന്നിരിക്കും. എന്ത് ആ നഫ്സുകൾ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആ വിഷയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിയത് ബഹുമാനപ്പെട്ട അലിയുൻ കറമല്ലാഹു വജ്ഹുഹു മഹാനവറുകൾ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കണ്ടപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഇവർ വഴിയിൽ വെച്ച് ഇത് നടക്കൂല, ഞങ്ങൾ പിന്നെ ജിസിയ നികുതി കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യത്തിന് മുമ്പിൽ കീഴടങ്ങി. ഇതിൽ നമുക്ക് വലിയൊരു വിഷയം ഈ വിഷയത്തിലുണ്ട്. കാരണം ലോകത്തുള്ള എല്ലാ ആത്മീയതകളും, എല്ലാ ആത്മീയ സഞ്ചാരങ്ങളുടെയും ആത്മീയ മാർഗങ്ങളുടെയും അങ്ങേയറ്റമാണ്, ആ മാർഗങ്ങളൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. കാരണം ഈ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ മാർഗം എന്ന് പറഞ്ഞാൽ ആത്മീയതയുടെ അങ്ങേയറ്റത്തുള്ള ഒരു മാർഗമാണ്. ആ മാർഗത്തിൽ വൈബേച്ച് വൈരിൽ മഗ്ലൂബി അലൈഹിം വലല്ലാല്ലീൻ എന്ന് നമ്മൾ പറയുമ്പോൾ വലല്ലാല്ലീൻ എന്നുള്ള ഭാഗമാണ് അത്. ആ ലാല്ലീൻ എന്നുള്ള മാർഗം ആത്മീയമായ വ്യാഖ്യാനങ്ങൾ, ആത്മീയമായ യാഥാർത്ഥ്യങ്ങളെ വ്യാഖ്യാനിക്കുന്നിടത്ത് സംഭവിക്കുന്ന ചെറിയ അബദ്ധങ്ങളാണ്. ആ അബദ്ധങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോയത്. അതുകൊണ്ട് ലോകത്തുള്ള ഏത് തരത്തിലുള്ള ആത്മീയത വിഷയങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഒക്കെ കടപിടിക്കാവുന്ന ഒരു സാധനം, ഒരു 5 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ആ സമയത്ത് നബിക്ക് അള്ളാഹു കൊടുത്ത സമ്മാനമാണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ എന്നുള്ള 5 ആയത്തുകൾ. ഈ 5 ആയത്തുകൾ കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പ്രത്യക്ഷമായ രൂപങ്ങളെ ഈ 5 പേരെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുമ്പിൽ പോയപ്പോൾ അതിനെ എല്ലാവിധ ആത്മീയതന്, ലോകത്തിന് എന്തൊക്കെ ആത്മീയത വാദങ്ങൾ വരാമുണ്ടോ ആ ആത്മീയവാദങ്ങളെല്ലാം പരാജയപ്പെടുത്തുന്ന ഒരൊറ്റ 5 വാക്യങ്ങളെ കൂടി ഒറ്റ സൂക്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ ആ സമയത്ത് ഉപയോഗിച്ചത്. അപ്പം അതും അത് ഖുർആൻ്റെ വളരെ വ്യക്തമായൊരു വിഷയത്ത് പ്രകാരം ഖുർആൻ വളരെ വ്യക്തമായി വിശദീകരിച്ച ഒരു സംഭവം നടന്ന ഒരു ചരിത്ര സന്ദർഭത്തിലാണ്, അതിൻ്റെ ഒരു വാർഷിക സുദിനത്തിൽ കൂടിയാണ് നമ്മൾ ഇന്നുള്ളത്.
പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളിലൊക്കെ അതത് കാലഘട്ടത്തിലെ ഓരോ ഈ വിഷയങ്ങളുടെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ ഓരോ കാലഘട്ടത്തിലുള്ള മശായിഖന്മാരിലൂടെയാണ് അത് കടന്നു പോകുന്നത്. നമ്മൾ അവരോട് സുഹബ അവരോട് നമ്മളൊരു സഹവസിക്കുമ്പോൾ നമ്മളും ആ അവസ്ഥകളിലേക്ക് ചെന്നു ചേരുന്ന യാഥാർത്ഥ്യമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതിലൂടെ നമ്മൾ പരമമായ സത്യത്തിലേക്കുള്ള നമ്മളെ സത്യാന്വേഷണ മാർഗങ്ങളിൽ നമ്മൾ ഓരോരുത്തരും എന്താണ്, പലതരത്തെ സംഘടനകളുണ്ട്, പലതരത്തിലുള്ള മതവിഭാഗങ്ങളുണ്ട്, പലതരത്തിലുള്ള ആൾദൈവങ്ങളുണ്ട്, പലതരത്തിലുള്ള മാന്ത്രികന്മാരുണ്ട്, പലതരത്തിലുള്ള മന്ത്രവാദികളുണ്ട്. ഇതൊക്കെ നമ്മളുടെ ചുറ്റും വിലസിക്കൊണ്ടിരിക്കുന്ന, നമ്മളുടെ വീട്ടിനകത്ത് നമ്മളൊരു യൂട്യൂബ് തുറന്നിരുന്നു കഴിഞ്ഞാൽ അതിൽ നിരന്തരമായി വിലസിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ ഒരുപാട് സൂഫികളുണ്ട്, ഒരുപാട് ത്വരീഖത്തുകളുണ്ട്. ഇതിലൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ സത്യത്തെ കണ്ടെത്തുക? ഇതിൽ നിന്ന് ഓരോ കാലഘട്ടത്തിലും കടന്നു പോകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രാതിനിധ്യത്തിൻ്റെ സത്യത്തെ നമ്മൾ എങ്ങനെ കണ്ടെത്തും എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ. ഈ സത്യം നമ്മളെങ്ങനെ കണ്ടെത്തും? ഈ അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ ആത്മീയമായ രഹസ്യങ്ങൾ അതെങ്ങനെ ഓരോ കാലഘട്ടത്തിലൂടെയും നമ്മൾ പറഞ്ഞ പോലെ ഖദീർ ഹുമ്മിൻ്റെ രഹസ്യങ്ങൾ, ഇപ്പോൾ ഖദീർ ഹുമ്മിൻ്റെ നമ്മൾ ഈ ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തർ സത്യം കണ്ടെത്താൻ വേണ്ടി നടത്തിയ പ്രയത്നങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അലിയുൻ കറമല്ലാഹു വജ്ഹു മഹാനവർകൾ സിഫീൻ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ വലിയ സൈന്യമാണ്. ഈ സൈന്യത്തൊക്കെ ആയിട്ട് മദീനയുടെ ഷാമിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ യാത്രയിൽ ഒട്ടും വെള്ളം കിട്ടാത്തൊരവസ്ഥ വന്നു. ഈ വലിയ സൈന്യത്തിന് ഒരു തുള്ളി വെള്ളമില്ല. അങ്ങനെ വെള്ളം കിട്ടാത്തൊരു സന്ദർഭത്തിൽ അലി റളിയല്ലാഹു പറഞ്ഞ ഒരു സ്ഥലത്തെത്തിയപ്പോൾ എല്ലാവരും ഇവിടെ നിൽക്കി. എന്നിട്ട് എല്ലാവരും അവിടെ നിർത്തി. ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ആളുകളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ അന്വേഷിച്ചപ്പോൾ ഒരു ആശ്രമം. അപ്പം ആ ആശ്രമത്തിൽ ചെന്നിട്ട് അവിടെ ഉള്ള ആളെ നോക്കി. അപ്പോൾ അവിടെ ഒരു പുരോഹിതൻ, ഒരു വലിയ ആത്മീയ ഒരു വ്യക്തിത്വമുണ്ട്, മുൻകാല വേദങ്ങളിലെ വലിയ ജ്ഞാനിയായ ഒരാൾ. അപ്പം അദ്ദേഹം പറഞ്ഞു, പിന്നെ ഇവിടെ എവിടെയും വെള്ളമില്ല, ഇവിടെ അടുത്തൊരു വെള്ളം ഉണ്ട് എന്നുള്ളൊരു വിഷയത്തിനാണ് ഞങ്ങളിവിടെ കാലങ്ങളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ആ വെള്ളം എവിടെയെന്ന് അറിയില്ല. അപ്പോൾ അലി റളിയല്ലാഹു ഇവരെ വിളിച്ചു കൊണ്ടുവന്ന് സൈന്യത്തിനോട് പറഞ്ഞ് നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഒന്നാകെ കുഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ എല്ലായിടത്തും പരിസരത്തൊക്കെ കുഴിച്ചപ്പം കുറച്ച് ആഴത്തിൽ പോയപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ ഒരു പാറക്കെട്ട്, വളരെ വലിയൊരു പാറക്കല്ല് മാത്രമേ ഉള്ളൂ അലിയാർ തങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി പറഞ്ഞു. അപ്പോൾ അതുതന്നെയാണ് സ്ഥലം എന്ന് പറഞ്ഞു അലി റളിയല്ലാഹു. അങ്ങനെ അലി റളിയല്ലാഹു ആ പാറക്കല്ലിൻ്റെ അടുത്തേക്ക് വരികയും ആ പാറക്കല്ല് ഇവരോട് പറഞ്ഞ് ഇത് മറച്ചിടാൻ വേണ്ടി എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇത് മറച്ചിടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവർ കുറേ നേരം അതിൻ്റെ ചുറ്റും കുഴിച്ചിട്ട് ചെയ്തിട്ടൊന്നും ഫലം ഉണ്ടായില്ല. കാരണം ഇത് ഒന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അലി റളിയല്ലാഹു നേരെ വന്ന് അവിടുത്തെ രണ്ട് വിരലിങ്ങനെ കാട്ടിയിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് അങ്ങോട്ടിട്ടു. അപ്പോൾ അത് അങ്ങോട്ട് മറിഞ്ഞു വീണു. അപ്പോൾ അതിൻ്റെ അടിയിൽ ഭയങ്കര തെളിഞ്ഞ രീതിയിലുള്ള വലിയൊരു വെള്ളത്തിൻ്റെ സ്രോതസ്സായിരുന്നു ആ വെള്ളത്തിൻ്റെ. അത് അവർ പറയുന്നത് ഈ ജീവിതത്തിൽ ഇന്ന് വരെ കുടിച്ചിട്ടില്ലാത്ത രൂപത്തിലുള്ള, അതുപോലെ അത്രയും മധുരമുള്ള, അങ്ങനെ ഒരുപാട് വർണ്ണനകൾ അതിന് പറയുന്നു. അത്തരത്തിലുള്ളൊരു വെള്ളമായിരുന്നു അതിന് ചോട്ടുണ്ടായത്. അങ്ങനെ ആ സൈന്യം മൊത്തം ആ വെള്ളം നിന്ന് കുറേ കോരിയെടുക്കുകയും കുറേ അവരാവശ്യങ്ങളൊക്കെ നിർവഹിക്കുകയും അവർ പോകാനുള്ളതോ പോകുമ്പോൾ യാത്രയിൽ ഉപയോഗിക്കാനുള്ളതൊക്കെ അവർ സംഭരിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഇത് കണ്ടു നിന്ന പുരോഹിതൻ, മുൻകാല വേദങ്ങളിലെ ആ പണ്ഡിതൻ, അദ്ദേഹം വന്ന് ഈ സദസ്സിൻ്റെ മുമ്പിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവരെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊരു ഇതെന്താണ് സംഭവിച്ചത് ചോദിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളൊരു നബിയാണോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ നബി അല്ല എന്ന് പറഞ്ഞു അലി റളിയല്ലാഹു. നിങ്ങൾ ഒരു മലക്കായിരിക്കുമല്ലോ എന്ന്. അല്ല, മലക്കുമല്ല. നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു അദൃശ്യ ശക്തിയാണോ? ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു വസീ മാത്രമാണ്. അപ്പോൾ ഈ പുരോഹിതൻ പറഞ്ഞു, എന്നാൽ ഞാനിതാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു, ഞാൻ നിങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കെലിമ എനിക്ക് പറഞ്ഞു തരിക, എനിക്ക് അതിൻ്റെ നിബന്ധനകളൊക്കെ പറഞ്ഞു തരിക എന്ന് പറഞ്ഞു. കാരണം ഞാനിവിടെ എൻ്റെ മുൻഗാമികളായ ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്നും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ ഇത്ര കാലം ഇവിടെ ഇരുന്നത് ഈ മുൻകാല വേദങ്ങളിൽ പറയപ്പെട്ടിരുന്നു ഇങ്ങനൊരു വെള്ളം ഈ സംഗതിയിലുണ്ട്, ഇത് തുറക്കപ്പെട്ട് ഈ രഹസ്യം തുറന്നു തരണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും പൂർണ്ണമായ ഒരു വ്യക്തിക്കല്ലാതെ ഈ വിഷയം നിർവഹിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ലോകത്തിലെ എല്ലാ വിഷയങ്ങളും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാവും. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിൽ വിശ്വസിക്കുന്നത്, നിങ്ങൾക്ക് മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട്
അദ്ദേഹം അലി റളിയല്ലാഹുവിൻ്റെ ഒപ്പം ആ യുദ്ധത്തിന് പോവുകയും സഹാബാക്കൾക്കിടയിൽ നടന്ന ആ യുദ്ധത്തിൽ അലി റളിയല്ലാഹുവിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് മുആവിയ റളിയല്ലാഹുവിൻ്റെ പക്ഷത്തിനെതിരെ യുദ്ധം ചെയ്യുകയും അതിൽ ഷഹീദാവുകയുണ്ടായി. അപ്പോൾ ഈ ചരിത്ര സംഭവത്തിൽ നമുക്ക് വലിയൊരു വിഷയമുണ്ട്. കാരണം ഈ വെള്ളം അവർ തേടിക്കൊണ്ടിരുന്ന ആ വിഷയം, അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള വലിയ രഹസ്യം അത് ഈ ഗദീർ ഖുമ്മിൻ്റെ സന്ദേശത്തിലും ബഹുമാനപ്പെട്ട ഉസ്താദവറുകളുടെയും ഈ മഹാശായിഖന്മാരുടെയും തുടർച്ചകളുടെ ചരിത്രത്തിലൊക്കെ അതിൻ്റെ വലിയ രഹസ്യം കൂടിക്കൊള്ളുന്ന ഒരു ചരിത്രം കൂടിയാണ്. അപ്പോൾ ഇത് കണ്ടെത്തുകയാണ് ഈ അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഹൗദുൽ കൗസർ. ആ ഹൗദ് കൗസർ കണ്ടെത്താനാണ് നമ്മൾ ഓരോ മശായിഖന്മാരിലൂടെയും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ സാന്നിധ്യത്തിലുള്ള നമ്മുടെ ഒരുമിച്ച് കൂടൽ ആ കൗസറിലേക്കുള്ള ഒരു യാത്രയായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ കൂടുതൽ പ്രസംഗങ്ങളൊന്നുമില്ല. ഞാൻ ആമുഖം പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. ഞാൻ കുറച്ച് നീണ്ടുപോയി, ക്ഷമിക്കണം എല്ലാവരും. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളുടെ മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നിങ്ങളോട് സംസാരിക്കും. പിന്നെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും അത് കഴിഞ്ഞ് ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ സംസാരിക്കാം. പിന്നെ ഉസ്താദ് അതിനോട് വേണമെങ്കിൽ സംസാരിക്കും. കാരണം ഇസ്അലൂനി ഫലാ തുഫ്കിദൂനി എന്ന് അലി റളിയല്ലാഹുവിൻ്റെ അവസാന സമയങ്ങൾ പറയുകയുണ്ടായി. നിങ്ങൾ എന്നോട് ഒക്കെ ചോദിക്കി, നിങ്ങൾ എന്നോടെല്ലാം ചോദിക്കും. കാരണം എനിക്ക് ഈ ഭൂമി ലോകത്തെ വഴികളെക്കാളും എനിക്ക് ആകാശ ലോകങ്ങളിലെ വഴികളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അറിയുക. പല ഇസ്അലൂനി നിങ്ങളെന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. കബിലാൻ തഫ്കിദൂനി, നിങ്ങൾ എന്നെ നഷ്ടപ്പെടും മുമ്പ് നിങ്ങളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. കാരണം ആകാശരൂപങ്ങളിലൂടെയുള്ള അള്ളാഹുവിൻ്റെ മാർഗ്ഗങ്ങളൊക്കെ എൻ്റെ ഈ ഒരൊറ്റതിയിലാണുള്ളത് എന്ന് അലി റളിയല്ലാഹു പറയുകയുണ്ടായി. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഉസ്താദ് അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് അതിലേക്കും കടക്കാം. ഇൻഷാ അല്ലാഹ് ഞാൻ ഉസ്താദിനെ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. എന്തിനാണ് നിങ്ങൾ ഒരുമിച്ച് കൂടിയത് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇവിടുത്തെ വിഷയം വെച്ചിട്ടുള്ളത് സ്വഹബത്താണ്. ആ സ്വഹബത്തിനെ പറ്റി ഒരു കുറഞ്ഞ വാക്കുകൾ സംസാരിച്ചുകൊണ്ട് ഞാൻ നിർത്താം. ഉദാഹരണം, എല്ലാം സ്വഹബത്തിനാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനം. സ്വഹബത്ത്, നിസ്ബത്ത്, മുഹബത്ത് അതൊരു ഭാഗം. സ്വഹബത്ത്, ഹിദ്മത്ത്, മുഹബത്ത് അത് മറ്റൊരു ഭാഗം. ഈ സ്വഹബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉൾരഹസ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിക്കിടക്കുന്നതിൻ്റെ അകത്ത്. ഒരു സഹാബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഹാബാക്കളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് വളരെ അത്ഭുതമായ വാക്കാണ്. എൻ്റെ സഹാബാക്കൾ എന്നെ പോലെയാണ്. അതാണ് ആ സ്വഹബത്തിൻ്റെ ഒരു ഉൾരഹസ്യം. എൻ്റെ സഹാബാക്കൾ എന്നെ പോലെയാണ്. അത് ആ വാക്കിൻ്റെ ഒരു ഉൾരഹസ്യം അതാണ്. ഇവിടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിലാണ് ആ സ്വഹബത്ത് നമുക്ക് വേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾക്ക് ആ സ്വഹബത്ത് വേണം. നമ്മുടെ ഭക്ഷണം, വെള്ളം, വസ്ത്രം, ഉറക്കം, കെടുത്തം, നമ്മളെ അമലുകൾ, ഇബാദത്തുകൾ, ഇതെല്ലാം നമ്മൾക്ക് അതിലൊക്കെയും നമ്മൾക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹബത്ത് വേണം. പിന്നെ തത്വശാസ്ത്രങ്ങളൊന്നും അതിനകത്തില്ല. അത് നേരിട്ട് അള്ളാഹുവിൻ്റെ മാർഗം മാത്രമാണ് ഇസ്ലാം. മതമല്ല ഇസ്ലാം. ഒരു മതത്തിനോടനുബന്ധപ്പെട്ടിട്ടൊരു മതമായി കിടക്കുന്ന രൂപത്തിലൂടെ മുന്നോട്ട് പോകുന്നതല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മതത്തെ ഇല്ലാതാക്കുക, ജാതികളെ ഇല്ലാണ്ടാക്കുക, അതേപോലെയുള്ള ഓരോരുത്തരുടെയും ആശയങ്ങൾ, ബുദ്ധിപരമായ പലതരം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ലോകമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എവിടെ നോക്കിയാലും പലവരും പല രൂപത്തിൽ വന്നിട്ട് ഞാൻ ഈസാ നബിയാണെന്ന് പറഞ്ഞു വരുന്നു, ചില ആളുകൾ ഞാൻ മഹദിയാണെന്ന് പറഞ്ഞു വരുന്നു, ചില ആളുകൾ ഞാൻ കുത്തുബാണെന്ന് പറഞ്ഞു വരുന്നു. അങ്ങനെ പല ആളുകളും പല രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഓരോ കാര്യങ്ങൾ. നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ വരുന്നത്? നമ്മൾ ഈ ലോകത്ത് ജീവിച്ച് നമ്മൾക്കിവിടെ ലക്ഷ്യത്ര മാത്രം. ജനിക്കപ്പെട്ടാൽ മരിക്കപ്പെടണം, മരിക്കും. ഇനി മരിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ വല്ലതും ഉണ്ടോ? അതുകൊണ്ട് കാലാകാലം ജീവിക്കാൻ ഇവിടെ തന്നെ ഈ ലോകത്തിന് ജീവിച്ചിരിക്കാനുള്ള മാർഗം നമ്മൾ തന്നെ ഉണ്ട്. പക്ഷെ അതൊന്നും കണ്ടെത്തിയിട്ട് അതുപോലെ പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ തമിഴ്നാട്ടിൽ പോയപ്പോൾ കോരക്കമല എന്ന് പറഞ്ഞൊരു മല ഉണ്ട് അവിടെ. ആ മലയുടെ മുകളിൽ പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ 5000 വർഷം വരെ മുമ്പ് ജീവിക്കുന്ന ആളുകളുണ്ട് അവിടെ. 5000 വർഷമായിട്ട് ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്.
അത് തമിഴ്നാട്ടിലാണ് ഈ കോരക്കുമല എന്ന് പറയും. ആ കോരക്കുമലയെ കോരക്ക് ദൈവമാക്കിയിട്ട് വെച്ചിട്ട് അതിനെ പൂജിക്കുന്ന ഒരു വിഭാഗമാണ് അവിടെ ഉള്ളത്. കാരണം ആ മലൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ മരണമില്ലാത്ത ജീവിതം ഒരുപാട് കാലം ജീവിച്ചിരിക്കാൻ സാധിക്കുമെന്നാണ്. ഇത് പറയുമ്പോഴും ഞാൻ അവിടെയുള്ള ആളുകൾ എന്നോട് ഈ ചരിത്രം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. എന്തുകൊണ്ടുവെന്ന് വെച്ചാൽ ഒരുപാട് കാലം ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ആവശ്യകത എന്താണ്? അള്ളാഹുവിനൊരു ആവശ്യകത ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിട്ട് അള്ളാഹുവിന് നമ്മളെ കൊണ്ടൊരു ആവശ്യമുണ്ട്. അതെന്താണ് ആവശ്യം? അവൻ നമ്മളെ ഈ ഭൂലോകത്തേക്ക് ഇറക്കിയപ്പോൾ നമ്മളുടെ ഈ ശരീരം മാത്രമാണ് നമ്മൾക്ക് വന്നിട്ടുള്ളത്. എപ്പോ? നമ്മളുടെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞായിട്ട് വളർന്നിട്ട് അവിടെ കുഞ്ഞായി ജനിച്ചു വരുന്ന സമയത്ത് നമ്മൾക്കൊരു രൂപമില്ല. അന്ന് 10 അവതാരത്തിലാണ് ആ കുട്ടി ആ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വരുന്നത്. 10 അവതാരം. അത് ആദ്യത്തെ അവതാരം മീനാണ്. അതായത് നമ്മളുടെ ആ ശരീരത്തിലുള്ള ബീജത്തിൻ്റെ തുള്ളി ആ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഒരു കുളത്തിൽ ഇങ്ങനെ നീന്തി കളിക്കും പോലെയാണ് അതിൻ്റെ സ്വഭാവ രീതി. ആ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കളിച്ചുകൊണ്ടേയിരിക്കും. അത് പിന്നീട് പോയി അത് വേറൊന്നിനോട് ചേർന്ന് അത് രൂപാന്തരപ്പെട്ട് അതിൽ നിന്ന് പിന്നെ വളർന്നു വന്ന് പിന്നെ അത് പല രൂപങ്ങളായിട്ട് വരികയാണ്. അതിൽ എലിൻ്റെ രൂപമുണ്ട്, പല രൂപമുണ്ട്. ദശാവതാരം എന്ന് പറയും. ഹിന്ദുക്കളുടെ ഭാഷയിൽ പറഞ്ഞ ദശാവതാരം. ദശാവതാരത്തിലാണ് ഒരു കുട്ടി മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വരുന്നത്. അതിൽ 10ാമത്തെ അവതാരമാണ് മനുഷ്യൻ. ഈ 9 അവതാരത്തിലൂടെ അവൻ വളർന്നു വന്നതിന് ശേഷം 10ാമത് അവതാരമാണ് മനുഷ്യനായിട്ട് വന്നിട്ടുള്ളത്. ഞാനൊന്ന് മറിച്ച് ചിന്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു മാത്രമേ ഉള്ളൂ ഞാൻ. കാരണം നമ്മൾ കാണുന്നത് പോലെയല്ല അള്ളാഹുവിൻ്റെ ലോകം. അള്ളാഹുവിൻ്റെ ലോകവും അള്ളാഹുവിൻ്റെ അറിവുകൾ നൽകപ്പെട്ടവരുടെയും ലോകം വേറൊരു ലോകമാണ്. അത് നമ്മളീ നമ്മളീ കാണുന്ന രൂപമൊന്നുമല്ല. അതൊക്കെ വ്യത്യസ്തമായ പല രൂപങ്ങളുണ്ട്. ആ രൂപത്തിലേക്ക് കടന്നു പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ എങ്കിലും നമ്മൾ കടന്നു പോകാൻ പറ്റാവുന്ന ചെറിയൊരു രൂപം മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ചെറിയൊരു രൂപം. അതായത് നിങ്ങൾക്ക് ഈ ലോകത്ത് നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാവുന്ന ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് ഒരു ഗുരുവിനെ കണ്ടെത്തുക, ഒരു ഷെയ്ഖിനെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു മുർഷിദിനെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു പീറിനെ കണ്ടെത്തുക. ആ കണ്ടെത്തിയിട്ട് അവരെ കീഴിൽ നിങ്ങൾ നിന്ന് അവരുടെ ഉപദേശങ്ങളനുസരിച്ച് ജീവിക്കൽ മാത്രമേ മാർഗമുള്ളൂ. വേറൊരു മാർഗവുമില്ല. നമ്മളൊന്നും ഇങ്ങനെ ഇരുന്ന് നമ്മൾക്കൊരു ഇലാമ കിട്ടാനൊന്നും നമ്മളെ കൊണ്ട് മാർഗമില്ല. ഇനി അഥവാ ശൈത്താന്മാർ തൊട്ടിട്ട് ജിന്നുകൾ തൊട്ടിട്ട് പലതരം ആത്മാക്കൾ തൊട്ടിട്ട് പലതരം ആത്മാക്കളുണ്ട്. ശപിക്കപ്പെട്ട ആത്മാക്കളും ഈ ഭൂലോകത്ത് സഞ്ചരിക്കപ്പെടുന്ന വസ്തുക്കളാണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കയറി കൂടിയിട്ട് പലതരത്തിലുള്ള ചിന്തകൾ ഉണ്ടാക്കി തീർത്ത് നമ്മളെ നശിപ്പിക്കാനുള്ള രൂപത്തിൽ പല കുതന്ത്രങ്ങളും ശൈത്താന്മാരുടെ ലോകത്തിൽ നിന്ന് നമുക്ക് വരുന്നുണ്ട്. മറ്റൊരു ഭാഗം, കാരണം ഒരു ഭാഗത്ത് അള്ളാഹു, ഒരു ഭാഗത്ത് ശൈത്താൻ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളതാണ് ലക്ഷക്കണക്കിന് വരുന്ന അമ്പിയാക്കന്മാരും മഹാന്മാരായ ഔലിയാക്കന്മാരും മുഴുവനും. എത്ര ഉന്നതന്മാരായ മഹാന്മാർ ഈ ലോകത്ത് വന്നിട്ടുണ്ടോ അത്ര മഹാന്മാർ വന്നതും ഈ രണ്ടിൻ്റെയും ഇടയിലുള്ള വേർതിരിവിനെ മാറ്റി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ശൈത്താനിൽ നിന്നും അള്ളാഹുവിൽ നിന്നും ഉണ്ടാകുന്ന വേർപാടുകളെ നീക്കി യഥാർത്ഥങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് അള്ളാഹു തആല ഈ ഭൂലോകത്ത് നമ്മൾക്ക് വന്നുള്ള ആ അള്ളാഹുവിൻ്റെ മശായിഖന്മാരിലൂടെ കിട്ടുന്ന അറിവുകളുടെ ഭാഗങ്ങൾ എടുക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ചില ആളുകൾ പറയും ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഖുർആൻ എന്ന് നമ്മൾ മുന്നിലുണ്ടെങ്കിൽ ഖുർആനിൽ എല്ലാ അറിവുമുണ്ടല്ലോ. ഖുർആനിൽ എല്ലാ അറിവുമുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. എന്താണ് ഖുർആൻ? ഖുർആൻ അള്ളാഹു പറയുന്നു, ഖുർആൻ ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് ഖുർആൻ. ലിപികളില്ലാത്ത, രൂപങ്ങളില്ലാത്ത ഒരു വസ്തുവാണ് ഖുർആൻ.
അതിന് ശബ്ദങ്ങളില്ല. ശബ്ദമല്ലാത്ത ഖുർആൻ, രൂപങ്ങളില്ലാത്ത ഖുർആൻ, അത് വെറും പ്രകാശമായി കിടക്കുന്ന ഒരു അത് അള്ളാഹുവിൻ്റെ കലാമാണ്. എന്ന് വെച്ചാൽ കലാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുകയാണെന്ന് പറയും എല്ലാവരും. കലാമി എന്ന് പറഞ്ഞാൽ സംസാരമല്ല. കലാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ശബ്ദമാണെങ്കിൽ ഒരു വസ്തു ഉണ്ടാവുക. അപ്പോൾ അള്ളാഹു ഒരു കലാം അള്ളാഹു പറയാണ്, ഇന്നമാ അമ്രുഹു ഇദാ അറാദ ശൈഅൻ യഖൂല ലഹു കുൻ. ഞാനൊരു വസ്തുവിനോട് ഉണ്ടാവാൻ പറഞ്ഞാൽ അത് ഉണ്ടാവും. ഇതാണ് അള്ളാഹിൻ്റെ കലാം. അള്ളാഹു എന്തൊന്നാണോ സംസാരിക്കുന്നതെങ്കിൽ ആ സംസാരിക്കുന്ന ഭാഷകൾ ഭൂലോകത്ത് ഉണ്ടായിരിക്കണം. അത് നടന്നുകൊണ്ടിരിക്കും. അത് വെറും വാക്കുകൾ അള്ളാഹു പറയില്ല. കാരണം അത് പ്രകാശമാണ്, അതിന് ജീവനുണ്ട്. അള്ളാഹുവിൻ്റെ വാക്കുകൾക്ക് ജീവനുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ ജീവനുള്ളതാണെന്ന് പറയാൻ കാരണം. ഖുർആന് ജീവനുണ്ട്. പക്ഷെ ആ ജീവനുള്ള ഖുർആൻ അല്ല നമ്മളെ കയ്യിലിരിക്കുന്നത്. നമ്മളെ കയ്യിലിരിക്കുന്നത് മുസ്ഹഫാണ്. അത് ഒരു ഗ്രന്ഥം പോലെ രൂപീകരിക്കപ്പെട്ട മുസ്ഹഫാണ്, എഴുതപ്പെട്ടൊരു ഗ്രന്ഥമാണത്. ഖുർആൻ എഴുതപ്പെടാൻ കഴിയില്ല. അത് പിന്നെ എങ്ങനെയാണ് നമുക്ക് ഖുർആൻ മനസ്സിലാക്കാൻ കഴിയുക? ആ ഖുർആൻ മനസ്സിലാക്കാൻ അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമുൽ ബയാൻ. ആദ്യം തന്നെ അള്ളാഹു തആല എന്നോടൊരു വലിയൊരു ഒരു സ്വാമി ചോദിച്ച ചോദ്യമാണ്. നിങ്ങളിൽ ഒരു ഖുർആനിലെ ഒരു ആയത്തുണ്ടല്ലോ, ആദ്യമായിട്ട് അള്ളാഹു തആല റഹ്മാനാകുന്ന റബ്ബ് അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ, ആദ്യമായിട്ട് ഞാൻ ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഖുർആൻ പഠിപ്പിച്ചത് ആർക്കാണ് ഈ ഖുർആൻ പഠിപ്പിച്ചത്? ഖലഖൽ ഇൻസാൻ എന്നതിന് ശേഷമാണ് മനുഷ്യനെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഈ മനുഷ്യനെ പഠിച്ചതിന് ശേഷം പിന്നെ ഈ ഖുർആൻ ആർക്ക് പഠിപ്പിച്ചത് ആദ്യം എന്നൊരു ചോദ്യം വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്കതിനെ പറ്റി അറിയില്ല, ഞാൻ അങ്ങനത്തെ ഒരു ചിന്താഗതിക്കാരനല്ല, നിങ്ങളെന്തെങ്കിലും ചോദിക്കുന്നതിന് മറുപടി പറയുന്ന ഒരു ആളല്ല ഞാൻ. എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ. ഈ ലോകത്ത് ആദ്യമായിട്ടുണ്ടായത് അള്ളാഹുവിൻ്റെ കലാമാണ്. ആ കലാമിൻ്റെ പേരാണ് അറിവ്. ഈ അറിവുമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂലോകത്ത് വെളിപ്പെട്ടത്. അറിവുമായിട്ടാണ് ഭൂലോകപ്പെട്ടുള്ളത്. രൂപങ്ങളായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപങ്ങളായിട്ടോ ഒന്നല്ല അള്ളാഹു വെളിപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു വെളിപ്പെട്ടത് അറിവായിട്ടാണ് വെളിപ്പെട്ടിട്ടുള്ളത്. ആ അറിവ് ഈ ഭൂലോകത്തേക്ക് വരുമ്പോൾ ആ അറിവിൻ്റെ കൂടെ, ആ അറിവ് എന്ന് പറയുന്നത് പ്രകാശമായിട്ടും കൂട്ടർ ചില ആളുകൾ പറയും അത് പ്രകാശമാണ്. അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശമാണ്. അങ്ങനെ ആ പ്രകാശത്തിൻ്റെ അതിൽ നിന്ന് വരുന്നൊരു ശബ്ദമുണ്ട്. അതൊരു തേനീച്ചക്കൂട്ടിൻ്റെ അടുക്കലൊക്കെ നമ്മൾ പോയി നിന്നാൽ നമുക്കിങ്ങനെ കേൾക്കാൻ കഴിയും. ആ ശബ്ദം നമ്മൾക്ക് ഇങ്ങനെ താനേ കേൾക്കാൻ കഴിയും. അതിനുള്ളിലുണ്ടാകുന്ന ഒരു തരം മൂളൽ. അതേപോലെയുള്ള ശബ്ദങ്ങൾ ആ കലാമിനുണ്ട്. അപ്പോൾ ആ പ്രകാശവും ആ ശബ്ദവും അത് പരിശുദ്ധ ഖുർആൻ ഓരോ ആയത്തുകളിലും അതിങ്ങനെ എടുത്തെടുത്ത് ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സമീഅാണ്, അള്ളാഹു ബസീറാണ്, ദേ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നവരാണ് അള്ളാഹു കേൾക്കുന്നവരാണെന്നൊക്കെ പറയുമ്പോൾ ഏത് രൂപത്തിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു എന്ന് പറയുന്നത് ഒരു രൂപമല്ല, ഒരു വസ്തുവല്ല. പക്ഷെ അതിനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു ആകാൻ കഴിയും. എങ്ങനെ? ആ അള്ളാഹുവിൻ്റെ രൂപം വെളിപ്പെടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. പക്ഷെ അള്ളാഹുവിനെ പോലെ ആവാൻ കഴിയില്ല. അത് വേറെ വിഷയം. നിങ്ങൾ എത്ര തന്നെ ഉന്നതരായാലും നിങ്ങൾക്ക് അള്ളാഹിനെ പോലെ ആവാൻ കഴിയില്ല. ഒന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കുക? ഞാൻ അള്ളാഹിനെന്നൊക്കെ പറയാൻ കഴിയും, പക്ഷേ നമുക്ക് അള്ളാഹു ആവാൻ കഴിയില്ല. അങ്ങനെ വ്യത്യസ്തമായ ഭാഗങ്ങളിലൂടെയാണ് അത് കടന്നു പോകുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അറിവാകുന്ന അള്ളാഹു, ആ അറിവാകുന്ന അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹു തന്നെ പഠിപ്പിച്ച അറിവ് കൊണ്ടേ നമുക്ക് അള്ളാഹിനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവാകുന്ന അള്ളാഹുവിനെ പറ്റി പഠിക്കാൻ ആ അള്ളാഹു പഠിപ്പിച്ച അറിവ് കൊണ്ടേ നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ആരെങ്കിലും വ്യാഖ്യാനങ്ങളെ കൊണ്ട് പറ്റില്ല. നമ്മൾ കുറഞ്ഞ കാലങ്ങളൊന്നുമല്ല ഈ ലോകത്തിൻ്റെ ഒരു ആരംഭഘട്ടം എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ കഴിയുന്നില്ല. ഇത് എവിടെ നിന്നാണ് ഈ ലോകം വന്നതെന്ന്. നിറഞ്ഞു നിൽക്കുന്ന ഒരു വെള്ളമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം കൊണ്ടുവന്നതെന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഭൂലോകത്ത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് വെള്ളമാണ്. അതേപോലെ മനുഷ്യ ശരീരത്തിൽ എടുത്തു നോക്കിയാലും
ശരീരത്തിൻ്റെ 80% വെള്ളമാണ്. ഈ വെള്ളത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഈ വെള്ളത്തിൽ നിന്ന് ആ വെള്ളം നിറച്ച് എത്രയോ കാലം അതിങ്ങനെ ഈ ഇപ്പം നമ്മൾ കടലിലൊക്കെ ഇതടിക്കുന്നില്ലേ, നമ്മൾ തിരമാലകൾ അടിക്കുന്നത് പോലെ ആ വെള്ളം അടിച്ചടിച്ച് വന്നു. അതിൽ നിന്ന് മണ്ണുണ്ടായി. ആ മണ്ണ് പുറ്റുകളായിട്ട് ഓരോ ഭാഗങ്ങൾ വളർന്നു വന്നു. ആ മണ്ണുകളായിട്ട് കിടക്കുന്ന 7 തരം മണ്ണുകൾ, ലോകത്ത് 7 തരം മണ്ണുകളുണ്ട്. ആ 7 തരം മണ്ണുകളിലൂടെ അത് ഉണ്ടാക്കി വന്നു. ആ 7 തരം മണ്ണുകൾ എടുത്തിട്ടാണ് മനുഷ്യനെ അള്ളാഹു ഉണ്ടാക്കിയത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, എൻ്റെ 2 കൈ കൊണ്ടാണ് ഈ കാണുന്ന പ്രപഞ്ചങ്ങളെ മുഴുവൻ ഉണ്ടാക്കിയത്. അള്ളാഹുവിൻ്റെ 2 കൈയുണ്ടാണ്. യദൈനി എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. 2 കൈകളെ കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയത്. ഏതാണ് ഈ കൈ? അള്ളാഹിൻ്റെ കൈ ഏതാണ്? ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു യഥാർത്ഥ ഒരു കാമിലായ ഒരു മുറബിയായ ഒരു ഷെയ്ഖിൻ്റെ കീഴിൽ അവർക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് അവരോട് സ്വഹബത്ത് വെച്ച് അവർക്ക് ഹിദ്മത്ത് ചെയ്യിച്ച് അവരുടെ നിസ്ബത്ത് എന്ന് പറഞ്ഞാൽ കുടുംബ പരമ്പര, ആ സിൽസിലയിൽ നമ്മൾ ചേർന്ന് അവരിൽ നിന്നത് മനസ്സിലാക്കാൻ നമ്മൾ സാധിക്കണം. എന്നല്ലാതെ നമ്മൾക്ക് സ്വയം ഇത് വയല് പറഞ്ഞുകൊണ്ടോ മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടോ ഇത് പറയാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഈ അറിവ്. അതൊക്കെ പറയുന്നവർ പറയാന്ന് മാത്രം, നമ്മൾക്കതിനെപ്പറ്റി അറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അറിവ് പകർന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് പ്രവചനങ്ങളിലൂടെ വന്നൊരു മനുഷ്യനാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഞാൻ വന്ന ഭാഗം മുഴുവനും എൻ്റെ ചെറിയ വയസ്സ് തൊട്ട് ഞാൻ ആരിഫീങ്ങളുടെ മടികളിലാണ് ഞാൻ വളർന്നത്. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ, അത് നമ്മൾക്കൊന്നും കണ്ടെത്താൻ കഴിയാത്ത അത്ര അഗാധമായ അറിവുകൾ നേടിയ മഹത്തുക്കളായി കിടക്കുന്ന ആളുകളടക്കും. അവരുമായിട്ടൊക്കെ ഞാൻ ഇടപഴകി ജീവിച്ചിട്ടുണ്ട്. അവരൊക്കെ എനിക്ക് നൽകിയ അറിവുകളുടെ ഒരു ഭാഗം തുറന്നു വെച്ചാൽ നിങ്ങൾ എന്നെ ഇവിടെ ഇരുന്നു കൊണ്ട് എന്നെ കല്ലെറിഞ്ഞ് കൊല്ലും, തീർച്ചയായിട്ടും കൊല്ലും. അതെനിക്ക് ഉറപ്പാണ്. അത്രത്തോളം അറിവുകൾ അത് അവരുടെ സ്വഹബത്തിൽ നിന്ന് പഠിച്ചാണ് നമ്മൾ. അല്ലാതെ നമ്മൾക്ക് പോയിട്ട് അവർ നമുക്ക് ഇരുന്നിങ്ങനെ പെന്നും ബുക്കൊക്കെ എടുത്തിട്ട് ഖുർആനൊക്കെ മറച്ചു വെച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഇരുന്ന് പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഖുർആനെ, മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരിക്കൽ ഞങ്ങളുടെ മാർഗം ഖുർആനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കുന്തത്തിൻ്റെ മുകളിൽ അതിനെ കെട്ടിയിട്ട് ഉയർത്തി പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ മാർഗം എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അലി കറമുല്ലാഹിന് വിരുദ്ധമായി കൊണ്ടാണ്. അപ്പോൾ അലി കറമുല്ലാഹു പറഞ്ഞു, അത് മരിച്ച ഖുർആനല്ലേ, ജീവിച്ചിരുന്ന ഖുർആൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ല. അത് ഏതാണ് ഖുർആൻ എന്ന് ചോദിച്ചു. അതാണ് ജീവിച്ചിരിക്കുന്ന ഖുർആനാണ് ഞാൻ എന്ന് പറഞ്ഞു. അത് അലി കറമുല്ലാഹു തങ്ങളെ പറ്റിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജീവിച്ചിരിക്കുന്ന ഖുർആൻ. അപ്പോൾ ഖുർആനിലുണ്ടാകുന്ന ആന്തരിക വശങ്ങൾ അത് നമ്മൾ മനസ്സിൽ നിന്ന് എടുക്കാൻ നമ്മൾ നല്ലപോലെ എടുക്കണം. ആയത്തുകളും ഹദീസുകളും ഓതിയിട്ട് നമ്മൾക്ക് അർത്ഥം വെക്കാൻ കഴിയില്ല. നമ്മൾക്ക് അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളോടുള്ള സാമീപ്യത്തിൽ നിന്ന് മാത്രമേ നമ്മൾക്കത് കിട്ടുള്ളൂ, അല്ലാതെ കിട്ടൂല. അതായത് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു മതമാണ് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് മാർഗം എന്നാണ് അതിനെപ്പറ്റി പറയാം. മാർഗം, അള്ളാഹുവിൻ്റെ മാർഗം. ഈ മാർഗം ആരെ മാർഗമാണ്? അള്ളാഹുവിൻ്റെ മാർഗം. ആ മാർഗത്തെ ഈ ലോകത്ത് കൊണ്ടുവരാൻ അള്ളാഹുവിൻ്റെ മാർഗം അത് ഈ ലോകത്ത് കൊണ്ടുവരാൻ 1.25 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കന്മാരെ അള്ളാഹു നിയോഗിച്ചു. ആ ഈ നിയോഗിക്കുന്നതിനിടയിലുണ്ടാകുന്ന കാലഘട്ടങ്ങളിലുണ്ടാകുന്ന ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്നത് പോലെ നമ്മളിപ്പോൾ ഒരു പറഞ്ഞ മാതിരി 10-17,000 വർഷമൊന്നുമില്ല. ആദം അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഉൽപ്പത്തിയാക്കിയത് 17,000 വർഷമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തആല പുറത്തേക്ക് കൊണ്ടുവന്നത് വെറും 63 കൊല്ലക്കാലമൊന്നുമല്ല. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂലോകത്തേക്ക് അള്ളാഹു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് എങ്ങനെ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ ആരിഫ്യങ്ങളുടെ അടുത്ത് പോയി ഇരുന്ന് പഠിക്കണം. അത് വയലുകളിലൂടെ സംസാരിക്കാൻ കഴിയില്ല. അതിൻ്റെ പേരാണ് ആ ഒരു സ്വഹബത്ത് വെച്ച് അവരെ കൈകൾ പിടിച്ച് അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് അതനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ് അത് നമ്മൾ കിട്ടുക. അല്ലാതെ കിട്ടുന്ന മാർഗം യാതൊരു മാർഗവും അതിൻ്റെ അകത്തില്ല. ഇതിനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിന്നെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കൂടുതൽ സംസാരിക്കുമ്പോൾ ഈ ചങ്കിൽ നിന്നൊക്കെ ചില പ്രയാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതുപോലെ സംസാരിക്കുമ്പോൾ ഒരു മറവി പോലെ വരുന്നുണ്ട്. കാരണം ഇങ്ങനെ ഈ സ്ട്രോക്ക് വന്ന ആ സമയം തൊട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന സംസാരങ്ങളൊക്കെ മറവികൾ വരും.
സംസാരിക്കാൻ പോകുന്നതല്ല സംസാരിക്കുന്നത്, വേറെ ഭാഗങ്ങളായിരിക്കും. അതുകൊണ്ട് കൂടുതലായി സംസാരിക്കാൻ നമ്മൾക്ക് ആഗ്രഹം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുമിച്ച് കൂടിയിരുന്ന് കാണാൻ പറ്റാവുന്ന സന്ദർഭങ്ങളിലാണെങ്കിൽ അങ്ങനെ ഒരു തഅലീം, തൽക്കീന്, തംകീന് ഇങ്ങനെയൊക്കെ പറയുന്ന ഓരോ മാർഗങ്ങളുണ്ട് ഈ ഇൽമിൻ്റെ അറിവുകൾ പഠിക്കാൻ. ഇത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് തഅലീമാണ്. ഈ തൽക്കീൻ എന്ന് പറഞ്ഞിട്ട് മറ്റൊന്നുണ്ട്, പിന്നെ തംകീൻ എന്ന് പറഞ്ഞിട്ട് വേറൊന്നുണ്ട്. ഇങ്ങനെ ഓരോരോ മേഖലകളിലൂടെ കടന്നു പോകാനുണ്ട് നമുക്ക്. ആ മേഖലകളിൽ കടന്നു പോകുമ്പോഴേ അതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യം, നിങ്ങളാരും തന്നെ ഒരു ഗുരു, ഒരു യഥാർത്ഥമായി കിടക്കുന്ന ഒരു ഗുരുവോ ഒരു ഷെയ്ഖോ ഒരു മുർഷിദോ ഇല്ലാതെ നിങ്ങൾ ആരും ഈ ലോകത്ത് ജീവിക്കരുത്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അത് ഒറിജിനലായിരിക്കണം. ഏതെങ്കിലും കള്ളത്തരങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ത്വരീഖത്തുകളിലോ പോയിട്ട് നമ്മൾ കുടുങ്ങിപ്പോകരുത്. ഇസ്ലാമിൽ ആകെ ഒരു ത്വരീഖത്തുള്ളൂ, സുമ്മസ്തഖാമു ഇല ത്വരീഖ. അതായത് നിങ്ങൾ ഇസ്തിഖാമത്ത് പൂർണ്ണമായിട്ട് നിങ്ങൾ ജീവിതചര്യകൾ മുഴുവനും അള്ളാഹുവിൻ്റെ നേർവഴിയിലായിരിക്കണം. അതല്ലാത്തൊരു ത്വരീഖത്തിനെ പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നില്ല. അതിനുവേണ്ടി വന്നവരാണ്, ആ ഇസ്തിഖാമത്ത് പൂർത്തീകരിക്കാൻ വേണ്ടി വന്നവരാണ് ഇന്ന് കാണുന്ന മശായിഖന്മാരൊക്കെ. ആ പൂർത്തീകരണങ്ങളെ കൊണ്ട് വന്നതാണ്. മഹാന്മാരായ പിന്നെ അജ്മീർ ഖാജ വലി ഇബ്നു വാസ് റളിയല്ലാഹു അൻഹു, ഔസുൽ അള്ളം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, ഓരോരുത്തർ മഹത്തുക്കളൊക്കെ വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരൊക്കെയും മറ്റൊരു പ്രവാചകന്റെ അനന്തരാവകാശികളായിട്ട് വന്നവരാണ് അവർ. ആ അനന്തരാവകാശികളായിട്ട് എന്തിനാണ് അവർ വന്നത്? അവർ ദീൻ പഠിപ്പിക്കാനാണ് അവർ വന്നത്. ആ ദീനാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ വന്നു. അജ്മീർ ഖാജ റളിയല്ലാഹു വന്നു. 96 ലക്ഷം പേരാണ് അവിടുത്തെ ശിഷ്യന്മാരായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ട് വന്നിട്ടുള്ളത്. 96 ലക്ഷം പേര്. ഈ 96 ലക്ഷം പേർക്ക് നാട് നീളെ നടന്നിട്ട് നമ്മളിങ്ങനെ ഒരു വയൽ വരാൻ നടന്നാൽ തന്നെ എത്ര ആൾക്കാരെ കിട്ടും നമുക്ക്? ഈ 96 ലക്ഷം പേരെയാണ് അദ്ദേഹത്തിൻ്റെ കൈകളിൽ ബൈഅത്ത് ചെയ്ത് ആ ഉന്നതമായ സ്ഥാനത്തിലേക്ക് അവരെത്തിയത്. അതേപോലെ നമ്മളുടെ അതുകൊണ്ട് മഹാന്മാരുടെ പാതയിലൂടെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഉന്നതമായ വഴികളിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, ഒരു ഗുരു ഇല്ലാത്തവൻ്റെ ഗുരു ശൈത്താനാണ്. അപ്പോൾ ആ ശൈത്താനീയത്തിലൂടെ നിങ്ങൾ പോകരുത്. ഒരു ഗുരുവിലൂടെ തന്നെ പോവുക. മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മാതാവ്, പിതാവ്, ഗുരു, അതിൻ്റെ മീതെ പിന്നെ അള്ളാഹു മാത്രമേ ഉള്ളൂ. അതിൻ്റെ നേരെ താഴെ ഗുരു മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു ഗുരുവിലൂടെ നിങ്ങൾ യാത്ര ചെയ്യണം. ആ ഗുരുവിൽ നിന്ന് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ആ ഗുരുവിലൂടെ അത് പഠിച്ച് മനസ്സിലാക്കിയെടുത്തിട്ട് അങ്ങനെയാണ് ഈ ലോകത്ത് ദീൻ വളർന്നിട്ടുള്ളൂ, വന്നിട്ടുള്ളൂ. ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ദീൻ അങ്ങനെ തന്നെ ദീൻ വന്നിട്ടുള്ളൂ. കാരണം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മഹത്തുക്കളായ അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളില്ലാത്ത, അള്ളാഹുവിൻ്റെ വഴികാട്ടികളില്ലാത്ത ഒരു കാലവും കഴിഞ്ഞു പോയിട്ടില്ല. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് എത്തിപ്പെടുന്നില്ല. നമ്മൾ പോകുന്ന ഗ്രന്ഥങ്ങളിലേക്ക് നോക്കുകയാണ്. ആ ഗ്രന്ഥത്തിൽ അങ്ങനെ പറയുന്നു, ഈ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നു. അതുകൊണ്ട് അവർ അപ്പോഴത്തേനും വേറൊരു കൂട്ടർ അറിഞ്ഞപ്പെടുന്നിട്ട് പറഞ്ഞു അത് ശരിയല്ല, അത് തെറ്റാണ്. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടേക്ക് എത്തപ്പറ്റും? അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അറിയാവുന്ന ചെറിയ കാര്യം മാത്രം, നിങ്ങൾ യഥാർത്ഥമായ ഒരു ഷെയ്ഖിനെ തേടി ആ ഷെയ്ഖിൻ്റെ കീഴിൽ നിന്ന് ഈ അറിവുകൾ പഠിക്കാൻ നമ്മൾ കഷ്ടപ്പെടണം. അതിൽ ഒരറിവ് ഞാൻ നിങ്ങളോട് പറയുന്നതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു അറിവ് ഞാൻ പറയാണ്. 4 കാര്യം നിങ്ങളിൽ നിന്ന് ഒഴിവാല്ലാണ്ട് നിങ്ങൾക്ക് ഈ ഇൽമു കിട്ടൂല. അതിന് ഒന്ന്, നിങ്ങളില്ലാണ്ടാവണം. രണ്ടാമത്തത്, നിങ്ങളുടെ മനസ്സില്ലാണ്ടാവണം. മൂന്നാമത്തത്, ഈ ലോകം നിങ്ങളിൽ ഇല്ലാണ്ടാവണം. നാലാമത്തത്, പരലോകം എന്നുള്ളൊരു ലോകം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ഈ 4 ലോകങ്ങളെ നിങ്ങൾ ഇല്ലാണ്ടാക്കിയാൽ മാത്രമാണ് ഈ വിജ്ഞാനത്തിലേക്ക് നിങ്ങൾ കടന്നു വരാൻ സാധിക്കൂ. അതിന് നല്ല പ്രയാസമുണ്ട്. കാരണം ഈ 4 ലോകമില്ലാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഈ ലോകത്താണ്, അല്ലേ? ഈ ലോകത്തിന് ഇല്ലാണ്ടാക്കിയപ്പോൾ നമ്മൾ എങ്ങനെ ഇവിടെ നിൽക്കുക? വല്ല പറവായിട്ട് മേപ്പട്ടേക്ക് പറഞ്ഞു പോകാൻ പറ്റുമോ? അതും പറ്റൂല. പിന്നെ മലക്കായിട്ട് പോകാൻ പറ്റുമോ? അതും പറ്റൂല. കാരണം മലക്കിനേക്കാൾ ഉയർന്നതാണ് മനുഷ്യൻ. മലക്കിനെക്കാട്ടിലും മീനുള്ളതാണ് മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ആ സ്ഥാനത്തേക്ക് എത്താൻ ഒരു മലക്കിനോ ഒരു ജിന്നിനോ ആർക്കും സാധ്യമല്ല. മനുഷ്യന് മാത്രം. മനുഷ്യൻ ഉയർന്നു പോകുന്ന സ്ഥാനം, മനുഷ്യനെക്കാളും വലിയൊരു സ്ഥാനമുള്ളവർ ഈ ഭൂലോകത്തില്ല.
ആ മനുഷ്യന്മാർ ആരാണ് എന്നുള്ളത് അറിയണമെങ്കിൽ ആ മനുഷ്യന്മാരെ നമ്മൾ കണ്ടെത്താൻ പരിശ്രമിക്കണം. ആ മനുഷ്യന്മാരാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്മാർ. അവർ ഈ ലോകം മുഴുവനും വെടിഞ്ഞതാണ്, പരലോകം വെടിഞ്ഞവരാണ് അവർ. അങ്ങനെ എല്ലാം ജയിച്ചവരാണ് അവർ. കുടുംബങ്ങളോ മറ്റുള്ള ബന്ധുക്കളെ കാര്യങ്ങളൊന്നുമില്ലാതെ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശരീഅത്ത് നമ്മൾക്കൂടെ ഉണ്ടായത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശരീഅത്തനുസരിച്ച് ജീവിക്കാനുള്ളൊരു മാർഗം നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പൂർത്തീകരണത്തോടു കൂടി നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ വലിയ ഭാഗ്യവാന്മാരായി. എന്നല്ലെങ്കിൽ നമ്മളിവിടെ ഏത് കള്ളന്മാരടുക്കലൊക്കെ നമ്മൾ ചെന്ന് പെട്ടിരുന്നു. കാരണം ശരീഅത്ത് ഒഴിവാക്കിയിട്ട് ഒരാൾ പോയാൽ അവൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു വഴികാട്ടിയെ നൽകി ആ ലദുന്യായ ഇൽമ്, ജിദ്നായ ഇൽമ്, ആ അഖ്ബാറാകുന്ന ഇൽമ്, ഇങ്ങനത്തെ അറിവുകളൊക്കെ നൽകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. അതിനുള്ളൊരു വഴികാട്ടിയെ കിട്ടി ആ വഴികാട്ടിയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എനിക്ക് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ മജ്ലിസുകളിലൊക്കെ വരാം. അവിടെയൊക്കെ നമ്മൾ ക്ലാസ്സുകൾ ഉണ്ടാവും. അതിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് കുറേ വിഷയങ്ങൾ സംസാരിക്കാം. ഇത് പൊതുവേദിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കൂടുതൽ സംസാരിക്കാൻ നമുക്ക് പ്രയാസങ്ങളുണ്ടാവും എന്ന് മാത്രമേ ഞാൻ എടുത്തുകൊണ്ട് വയ്ക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എല്ലാവർക്കും നിങ്ങൾ ഈ പങ്കെടുത്തത്, ഈ ഒരു ദൗത്യം നിങ്ങൾ ഈ പങ്കെടുത്തതിൽ എനിക്ക് നിങ്ങളോടുള്ള ഒരു പ്രത്യേകമായ സ്നേഹം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്ന ജീവിതങ്ങളെപ്പറ്റി മനസ്സിലാക്കിയെടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ തൊട്ട്, അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തൊട്ട്, ഭക്ഷണങ്ങൾ തൊട്ട് മുഴുവനും വിഷങ്ങളടങ്ങിയതും നമ്മളുടെ ഹൃദയങ്ങളെ കറുപ്പിക്കുന്നതും നമ്മളെ ദുർനടപ്പുകളിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്നതുമായി കിടക്കുന്ന ഒരു ലോകമാണ് ഈ ലോകം. അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ശരിയായ ഒരു മാർഗരേഖയിലൂടെ നമ്മൾ സഞ്ചരിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതിന് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എൻ്റെ വാക്ക്. അസ്സലാമു അലൈക്കും. നമ്മുടെ പിതാവോട് അത് എങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചു. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവോട് ചോദിച്ചു, ഞാൻ നിന്നെ എവിടെയാണ് തിരയേണ്ടത്? അയിന അത്രുബുക്ക, എവിടെയാണ് ഞാൻ നിന്നെ തിരയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, തിജിദിനി ഫിൽ ഫുഖറ, എൻ്റെ ഫക്കീറുമാർ നിനക്ക് എന്നെ എത്തിക്കാൻ സാധിക്കും. മഹാനായ അബൂ യസീദ് അൽ ബുസ്താമി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ശിഷ്യൻ ചോദിച്ചു, ദുല്ലനി അല അമലിൻ അതഖറബു ബിഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ചേരാൻ ഏറ്റവും പെട്ടെന്ന് ചേരാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ബായസീൽ ബുസ്സാമി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിൻ്റെ ഫക്കീറുമാരെ ഇഷ്ടപ്പെടുക, അവരെ കൂടെ ഇരിക്കുക. കാരണം അള്ളാഹുവിൻ്റെ ദർശനം, തിരുനോട്ടം പതിയുന്നത് അവരുടെ ഹൃദയങ്ങളിലാണ്. ആ ഹൃദയത്തിൽ നിൻ്റെ പേര് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞാൽ നീ വിജയികളാണെന്ന് ഉറപ്പാണ്. ഇത്തരം കൂടിയിരുത്തങ്ങൾ നമുക്ക് നൽകുന്ന വലിയ ഒരു വിജയമാണത്. ദീനിൻ്റെ മർമ്മം, സത്യമാർഗത്തിൻ്റെ മർമ്മം, ഈ പ്രപഞ്ച ഉൽപ്പത്തിക്ക് പിറകിൽ പ്രപഞ്ചപരിപാലകൻ തൻ്റെ അടിമകളുടെ വിജയത്തിന് നിദാനമായി വെച്ച സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്നുള്ളത് ഇത് തന്നെയാണ്. അതായത് ഒരടിമക്ക് പടച്ച റബ്ബ് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിനെ അറിയുന്ന ഒരു ഫക്കീറായ ഒരു ഗുരുവിനെ നൽകുക എന്നുള്ളത് തന്നെയാണ്. ആ ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട അമൽ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമൽ തന്നെയാണ്. മൗലാന റൂമിയുടെ ഒരു കവിത ജലീൽ മെഹബൂബി നേരത്തെ സൂചിപ്പിച്ചു. एक ज़माना സുഹബത്തെ ബൗലിയ ബഖ്തർ സമാന സദ്സാലെ താഴത്തെ ബീരിയ. നിഷ്കളങ്കമായ നൂറ്റാണ്ടുകളോളമുള്ള നിഷ്കളങ്കമായ ആരാധനയേക്കാൾ ഹൈറാണ് സമയം ഈ ഇരുത്തം എന്നുള്ളത്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹുവിനാണ് ചോദിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ്. അതുകൊണ്ടത് രണ്ടും നമ്മളേറെ ചിന്തിക്കപ്പെടേണ്ടതാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു അറിവാണ് ലോകത്തുള്ള മുഴുവൻ ആളുകളുടെ ഈമാനും തുലാസിൻ്റെ ഒരു തട്ടിലും സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഈമാൻ മറുതട്ടിലും വെച്ചാൽ സിദ്ദീഖ് തങ്ങളുടെ ഈമാനാണ് തൂങ്ങുക. ആ സർട്ടിഫിക്കറ്റ് കൊടുത്ത യൂണിവേഴ്സിറ്റിയുടെ അധിപനാണ് ചോദിക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹുവിനോട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് എല്ലാ അമലുകളുടെയും മാധുര്യം, മഹത്വം, ശ്രേഷ്ഠത, പവിത്രത എല്ലാം മനസ്സിലാക്കിയ സിദ്ദീഖ് റളിയല്ലാഹുവിനാണ് മറുപടി പറയുന്നത്. അവിടെ സിദ്ദീഖ് റളിയല്ലാഹു കൊടുത്ത മറുപടി, ഹബീബുള്ള അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലുള്ളാഹ്, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമൽ അല്ലേ. സിദ്ദീഖ് റളിയല്ലാഹു എല്ലാ അമലുകളെക്കുറിച്ചും പഠിച്ചു. നിസ്കാരം, നോമ്പ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ്, ഹിജ്റ, ഇങ്ങനെ എല്ലാ തുല്യതയില്ലാത്ത അമൽ ചെയ്താണ് സിദ്ദീഖ് റളിയല്ലാഹു. ആ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു കൊടുക്കുന്ന മറുപടി അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലുള്ളാഹ്. ഒരുപാട് വിഷയങ്ങളിൽ മനസ്സിലാക്കാണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എന്തായിരിക്കും ആ മുഖം? വയബ്കാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം എന്ന് സൂറത്തുർ റഹ്മാൻ വിശദീകരിച്ച ഗാംഭീര്യവും മഹത്വമുള്ള പടച്ച റബ്ബിൻ്റെ ആ മുഖത്തേക്കുള്ള നോട്ടം അല്ലേ, ആ വജ്ഹിലേക്കുള്ള നോട്ടമാണ് ഏറ്റവും ഉന്നതമായ അമൽ. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഒരു ഓപ്ഷൻ വീണ്ടും ചോദിക്കുകയാണ്, ശരി പിന്നെ ഏതാണ്? വേറെ എന്തെങ്കിലും ഒന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അടുത്ത വിഷയം അൽ ജുലൂസു ബൈന യദൈക യാ റസൂലുള്ളാഹ്. പിന്നെ ഇപ്പം നമ്മൾ ഇരിക്കുന്ന പരിപാടി കൂടെ ഇരിക്കുക, അങ്ങയുടെ മുന്നിൽ ഇരിക്കുക, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിൽ ഇരിക്കുക. ദിക്ർ ചെല്ലിനില്ല, തസ്ബീഹ് ചെല്ലിനില്ല, മുദ്രാവാക്യം മുഴുക്കൽ ഒന്നുമില്ല, അവിടെ ഇങ്ങനെ ഇരിക്കുക. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിൽ നമ്മൾ പിന്നെ ഇരിക്കലാണ് പിന്നുള്ള വിഷയം. രണ്ടാമത്തെ വിഷയം വീണ്ടും ചോദിക്കുകയാണ്, പിന്നെ ഏതാണ്? നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ സാധാരണ അമലുകളുടെ കൂട്ടത്തിൽ പഠിച്ച് മനസ്സിലാക്കി വെച്ച ഒട്ടനേകം അമലുകളുണ്ട്. ഇന്ന് ഞാനൊരു ഞങ്ങളെ ഒരു സഹോദരൻ്റെ ഉസ്താദിൻ്റെ ഒരു ശിഷ്യൻ്റെ കബറടക്ക ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ അവിടെ തൽഖീൻ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. ഇപ്പോൾ ഈ വിഷയങ്ങളിങ്ങനെ തൽഖീനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ചകൾ എത്തിയപ്പോൾ തൽഖീനിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. തൽഖീനിൽ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു, അതിന് ശേഷം ലാസ്റ്റ് ഇപ്പോൾ അസ്സലാത്തു ഫരീളത്തി എന്നിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഖബറിലെ ചോദ്യങ്ങളിൽ നിസ്കാരത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യം വരുന്നില്ല. നിസ്കാരത്തെക്കുറിച്ച് ഖബറിൽ ചോദിക്കപ്പെടുന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു നോക്കുന്ന മുഖത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു കൂടെ ഇരിക്കുന്നവർ ആ വിഷയത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അവിടെ ചോദിച്ചപ്പോഴും മുഖം കാണിച്ചു കൊടുത്തിക്കാണ്. രസകരമായ വിഷയമാണ്. മറ്റേതൊക്കെ റബ്ബുക എന്ന് ചോദിച്ചു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം വന്നപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം അല്ലേ ഫോട്ടോ കാണാൻ പറ്റുമോ എന്നൊക്കെയാണ് ചർച്ച ഉണ്ടാവലുണ്ട്. ആ ഫോട്ടോ ആണ് കാണിച്ചു കൊടുക്കാന്ന്. അങ്ങനെ തന്നെ ഹദീസ്, ബുഖാരി ഹദീസാ. ഈ വ്യക്തി അറിയുമെന്നാ ചോദിക്കുക. മുഖം പോലും കണ്ട് പരിചയമില്ലെങ്കിൽ എങ്ങനെ അറിയാം? ഈ വ്യക്തി അറിയുന്ന ആളെ ഖബറിൽ ചോദിക്കുക അല്ലേ. അപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വിഷയം, ഈ പറയപ്പെട്ട നമ്മൾ മനസ്സിലാക്കിയ നിസ്കാരം, നോമ്പ്, സക്കാത്ത് കർമ്മങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ അത് ശറഇൻ്റെ വിഷയങ്ങൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട ചിട്ടകൾ, ആ ഉമ്മത്തിന് നൽകപ്പെട്ട സംവിധാനങ്ങൾ, അതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി, ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്താണ് സർട്ടിഫിക്കറ്റ് അല്ലേ? അതാ രസം. സിദ്ദീഖ് എൻ്റെ ഏറ്റവും അടുത്ത ആളായത് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിൻ്റെയോ നോമ്പിൻ്റെയോ ആധിക്യം കൊണ്ടല്ല, ബിശൈഇൻ വുഖിറ ഫീ സുദ്രിഹി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയത്തിൽ നിക്ഷിപ്തമായ ഒരു രഹസ്യം കൊണ്ടാണ്. ആ രഹസ്യമായി തന്നെ സംവിധാനിച്ചു വെച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കൈമാറിയ രീതിയാണ്. ഇതുപോലെ ഒരു ദുൽഹജ്ജ് മാസത്തിലെ ഹജ്ജത്തുൽ വദാഇന് ശേഷം
അലി റളിയല്ലാഹുവിൻ്റെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് കൈമാറി വന്ന ആ രീതി, അതിൻ്റെ സമകാലിക രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാരിസ്, അനന്തരാവകാശി മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹുവിൻ്റെ ഈ കാലഘട്ടത്തിലെ പ്രതിനിധി. അതോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ നേടിയതൊക്കെ എനിക്ക് ലഭിച്ചത് സഹവാസം കൊണ്ടാണ്. എൻ്റെ ഫക്കീറന്മാരായ മുൻ ഗുരുനാഥന്മാരോട് കൂടെയുള്ള സഹവാസം കൊണ്ടാണ് ലഭിച്ചത്. ഉസ്താദ് സംസാരിച്ച സംസാരം നമ്മൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഗ്രന്ഥങ്ങളിൽ നിന്നോ അറിവുകളിൽ നിന്നോ ലഭിച്ച അറിവല്ല ഉസ്താദിൻ്റെ സംസാരത്തിലുടനീളം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. ഈ സഹവാസം കൊണ്ടാണ് ലഭിച്ചത്. പിന്നെ റബീഅത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സഹാബി വര്യൻ. റബീഅ റളിയല്ലാഹു അൻഹു സദാസമയം തിരഞ്ഞെടുത്ത ഒരു അമൽ ഈ സുഹബത്തായിരുന്നു. ഇപ്പം നമ്മൾ ഇരിക്കുന്ന സുഹബ, ആ കൂടെ ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തൊക്കെ ഖിദ്മത്ത് ചെയ്യാൻ പറ്റുമോ ആ ഖിദ്മത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഇരിക്കാൻ അവസരം ഉണ്ടാക്കാൻ വേണ്ടി കൂടെയുള്ളവരോടൊക്കെ വിഷയങ്ങൾ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി ആ സമയം തെര്യപ്പെടുത്തി പരമാവധി സമയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ആവും. രാത്രി ആകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും വീട്ടിൽ പോകണം റബിയ എന്ന് പറയും. അപ്പം രാത്രി ആയാലും റബിയ റളിയല്ലാഹു വീട്ടിൽ പോകില്ല എന്നാ, അവിടെ തന്നെ ഇരിക്കും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദർഭം നോക്കിയിട്ട് പോകാൻ പറഞ്ഞാലും അവിടെ ഇരിക്കും. അഥവാ രാത്രി എഴുന്നേൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമോ എന്നുള്ളത് കൊണ്ട്. ഒരിക്കൽ അങ്ങനെ രാത്രി എഴുന്നേറ്റപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അമല് മനസ്സിലാക്കണം കേട്ടോ. റബിയ തങ്ങൾ ചെയ്ത അമലും എഴുന്നേറ്റപ്പോൾ കുറച്ച് വെള്ളം കൊണ്ടേ കൊടുക്കുകയാണ്. തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ഒതു എടുക്കാനുള്ള വെള്ളം. ഈ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നൊരു വാക്കാണ്, എന്ത് വേണമെങ്കിലും ചോദിച്ചോളി എന്ന് പറഞ്ഞു. സല്ലി, ഒന്ന് ചോദിച്ചോളി. അപ്പോൾ അപ്പോൾ ചോദിച്ച ചോദ്യം അസ്അലുക മുറാഫഖത ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയോട് കൂടെയാവണം എന്ന് പറഞ്ഞു. സ്വർഗത്തിൽ കൂടെയാവാൻ സഫ്വാൻ റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യമാണ്, സഹാബാക്കളൊക്കെ ചോദിച്ച ചോദ്യമാണ് അല്ലേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കൊടുത്ത മറുപടി അഇന്നി അലയ്യ ബികസ്റത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കണം എന്ന് മറുപടി കൊടുക്കുന്നുണ്ട്. ഈ റബിയ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തമ്മിൽ തർക്കം നടക്കുന്നുണ്ട്. രണ്ടാളെ വീടും അടുത്തടുത്താ. റബിയ റളിയല്ലാഹുവിൻ്റെ വീടും സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീടും ബോർഡർ അതിര് പങ്കിടുന്ന വീടുകളാണ്. അപ്പോൾ ഒരു ഈത്തപ്പനയുടെ വിഷയത്തിൽ അതിശക്തമായ തർക്കം നടന്നു. എന്താണ് തർക്കം? ഈ ഈത്തപ്പന എൻ്റെ വളപ്പിലാണെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാദിച്ചു. റബിയ റളിയല്ലാഹു അൻഹു വാദിച്ചു എൻ്റെ വളപ്പിലാണെന്ന് വാദിച്ചു. രണ്ടുപേരും അതിശക്തമായ രീതിയിൽ തർക്കങ്ങൾ നടന്നപ്പോൾ കുറച്ച് കടുത്തൊരു പ്രയോഗം നടത്തി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റബിയ റളിയല്ലാഹു അൻഹുവിനോട്. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് വീട്ടിൽ പോയിട്ട് പൊട്ടിക്കരഞ്ഞു. തിരിച്ച് റബിയ റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ പറഞ്ഞ അതേ പദം എന്നെ തിരിച്ച് പ്രയോഗിക്കണമെന്ന്. അപ്പോൾ റബിയ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി ഈ സുഹബത്തിൻ്റെ ഒരു മറുപടിയാണ്. റബിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരിക്കലും അത് ചെയ്യൂലാർ, നിങ്ങൾ ഇതിനെ വെട്ടിക്കൊന്നാലും ചെയ്യൂലാർ. കാരണം നിങ്ങളെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള സ്ഥാനം, അവിടുത്തെ കൂടെ നടന്ന് നിങ്ങൾ നേടിയെടുത്തൊരു സ്ഥാനം, അത് നിങ്ങൾ അകത്തിരിക്കുകയാണ്. ഞാനെങ്ങാനും എന്തെങ്കിലും ഒരു പദപ്രയോഗം കൊണ്ട് അങ്ങയെ വേദനിപ്പിച്ചാൽ അങ്ങല്ല വേദനിക്കുക, ഹബീബ റസൂലുള്ളാഹി തങ്ങൾ വേദനിക്കും, പടച്ച റബ്ബ് വേദനിക്കും എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദറത്തിലെത്തി. ഞങ്ങൾ ഇങ്ങനെ ഒരു ഈത്തപ്പനൻ്റെ വിഷയത്തിൽ ഒരു തർക്കം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് അധികമായി ഒരു പദം പ്രയോഗിച്ചു, തിരിച്ച് അതേപോലെ പ്രയോഗിക്കുന്നില്ല. ശരീഅത്ത് അടിക്കടി പദത്തിന് പദമൊക്കെ വേണമല്ലോ. അപ്പോൾ റബിയ റളിയല്ലാഹു അൻഹു പിടിച്ചു കൊടുത്ത് അതേപോലെ പറയാൻ വേണ്ടി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങ് പറയണം എന്നാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ റബിയ ഞാൻ പറയില്ല. എന്നാ ഗഫറ ലക യാ അബൂബക്കർ, അബൂബക്കറെ അങ്ങേക്ക് പുറത്തു തരട്ടെ റളിയല്ലാഹു അൻഹു എന്ന് മാത്രം പറഞ്ഞളിന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബിയ റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ചു എന്നൊരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് ഖസാസിന, ബനു ഖസാസിന ഗോത്രത്തിൻ്റെ തലവനാണ് ജബലത്ത് ഇബ്നു ഐഹം. അവർ
ഒരു നാട്ടുരാജാവാണ്. ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ഉമറുല്ലാൻ്റെ അടുത്തേക്ക് വരികയാണ്. ഉമറുല്ലാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. കാരണം 500 കുടുംബങ്ങളുള്ള ഒരു നാടിൻ്റെ അധിപനാണ്. അങ്ങനെ ജബലത്ത് ബിൻ ഐഖം ഉമറുല്ലാൻ്റെ അടുത്ത് വന്നു, ഇസ്ലാം സ്വീകരിച്ചു. ആ സംഘമൊക്കെ ഇസ്ലാം സ്വീകരിച്ചു. കുറച്ചു കാലം അവിടെ മദീനത്ത് തങ്ങി. പിന്നീട് ഉംറ നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോയി. മക്കയിൽ ഉംറ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജകീയമായ വസ്ത്രമാണ്. ബനൂ ഫുസാറ ഗോത്രത്തിൽപ്പെട്ട സാധാരണക്കാരനായ ഒരു ഗ്രാമീണനായ അറബി അദ്ദേഹത്തിൻ്റെ തൊവാഫ് ചെയ്യുന്ന സമയത്ത് കോട്ടിലൊന്ന് ചവിട്ടി. ഇത് അദ്ദേഹത്തിന് ഭയങ്കര ഒരു ഇൻസൾട്ടിങ് ഫീൽ ചെയ്തു. നേരത്തെ 30 വർഷത്തെ ഒരു ഇബാദത്തിൻ്റെ ചരിത്രം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ജലീൽ മെഹബൂബ് സൂചിപ്പിച്ചിരുന്നല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ചില ചെറിയ സഹവാസം കൊണ്ട് കിട്ടുന്നതും ചെറിയ മിസ്കാലു ദർറ അണുമണിയുള്ള ചില ചിന്തകളെ കൊണ്ട് നഷ്ടപ്പെടുന്നതും രണ്ടും നമ്മളിവിടെ മനസ്സിലാക്കണം. രണ്ടും ഉണ്ടായിരിക്കും റസൂലുള്ളാഹിൻ്റെ സഹവാസത്തിൽ, രണ്ടും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ചവിട്ടിയപ്പോൾ മൂപ്പർക്ക് ഭയങ്കര ഗൗരവത്തിൽ മൂപ്പര് ടേച്ചിട്ടൊരു അടി, മൂപ്പരെ മൂക്കിൻ്റെ പാലാണ് പൊട്ടി. ആ ഗ്രാമീണനായ അറബിൻ്റെ മൂക്കിൻ്റെ പാലം പൊട്ടി. അമീറുൽ മുഅ്മിനീൻ അല്ലേ, നീതിമാനല്ലേ, നേരെ മൂപ്പര് മദീനത്തേക്ക് വണ്ടി കയറി. മൂപ്പരെ ആളുകളൊക്കെ കൂട്ടിയിട്ട് ഉമറുല്ലാഹിനോട് ചെന്ന് പരാതി പറഞ്ഞു, ഇന്ന ആളിങ്ങനെ ചെയ്തിട്ട് എൻ്റെ മൂക്കിൻ്റെ പാലം പൊട്ടിയിട്ടുണ്ട് പറഞ്ഞു. ഉമറുല്ലാഹു ജബലത്ത് ബിൻ ഐഖമിനെ വിളിച്ചു വരുത്തി. നിങ്ങളിങ്ങനെ ചെയ്തു ചോദിച്ചു. ഞാനൊരു രാജാവല്ലേ, എൻ്റെ കോട്ട് മൂപ്പര് ചവിട്ടി തവാഫ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ അടിച്ചു ചോദിച്ചു മൂക്കിൻ്റെ പാലം പൊട്ടിയിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഒന്നിരിക്കൽ നിങ്ങൾ മൂപ്പരെ കണ്ട് പൊരുത്തപ്പെടിച്ച് അതിൻ്റെ പ്രായശ്ചിത്തമായ എമൗണ്ട് കൊടുക്കണം. അതാണ് ദീനിൻ്റെ ശറഅ്. എന്തിനു ചോദിച്ചു. മൂപ്പര് ഒരു സാധാരണക്കാരൻ, ഞാനൊരു രാജാവുമാണ്, ഇന്നേന് കിട്ടൂല. നിങ്ങൾ ഇസ്ലാമിൻ്റെ നീതിയാണ് ഞാൻ പറയണത്, അത് ചെയ്തേ പറ്റുള്ളൂ, അതല്ലെങ്കിൽ തിരിച്ച് നിങ്ങളെ മൂക്കിൻ്റെ പാൽ അടിച്ചു പൊട്ടിക്കുന്നതാണ്. എനിക്കൊരു 2 ദിവസം വേണം സമയം എന്നാണ് തീരുമാനം എടുക്കാൻ. മൂപ്പര് അന്നത്തെ ദിവസം മുഴുവൻ പരിശുദ്ധമായ കെലിമയിൽ ബൈഅത്ത് ചെയ്ത് ഇസ്ലാം സ്വീകരിച്ച് 500 ആൾ മൂപ്പരെ കൂടെ സ്വീകരിച്ചു. പക്ഷെ അന്നത്തെ രാത്രി മുഴുവൻ മൂപ്പർക്ക് ഉറക്കിട്ടില്ല. പിറ്റേന്ന് നേരെ രാവിലെ 500 ആളെയും കൂട്ടിയിട്ട് പറഞ്ഞു, ഈ ദീന് നമുക്ക് ശരിയാവില്ല. നേരെ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മൂപ്പര് പോയി. ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു ഇസ്ലാമിലേക്ക് വന്നത്. മൂപ്പര് ജബലത്ത് ബിൻ ഐഖം ക്രിസ്ത്യാനിയായിരുന്നു. തിരിച്ചവിടെ ചെന്നിട്ട് ക്രിസ്ത്യാനിയായി. അപ്പം അന്നത്തെ ഹിർക്കൽ കുടുംബത്തിൽപ്പെട്ട രാജാവ്, ക്രിസ്ത്യൻ രാജാവ്, അവർക്ക് രാജകീയമായ സ്വീകരണം കൊടുത്തു. ഒരു അടികൊണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ മാനസികാവസ്ഥ കൊണ്ട് നഷ്ടപ്പെട്ടത് മൂപ്പരെ കൂട്ടുള്ള മുഴുവൻ അനുയായികളുടെയും ഈമാൻ നഷ്ടപ്പെട്ടു. ശേഷം പിന്നീട് സഹാബാക്കൾ അവിടെ ചെന്നപ്പോൾ, കാലങ്ങൾക്ക് ശേഷം ചെന്നപ്പോൾ മൂപ്പരോട് സംസാരിച്ചു. സംസാരിച്ചപ്പോൾ മൂപ്പർക്ക് ആ ശക്തമായ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മൂപ്പര് ചെല്ലുന്ന ഒരു കവിതയുണ്ട്. പക്ഷേ ദീനിലേക്കൊരു തിരിച്ചുവരവ് അദ്ദേഹത്തിന് സാധ്യമായില്ല. ഞാൻ ഈ വിഷയം 2 കാര്യങ്ങളും പറയുന്ന ഒരു സന്ദർഭം ഇവിടെ അനുസ്മരിക്കാൻ കാരണം, നിഷ്കളങ്കമായ നമ്മുടെ ഒരു നിമിഷ നേരത്തെ ഒരു നോട്ടം, ഒരു ഇരുത്തം, ഒരു ഖിദ്മത്ത്, ഒരു സ്നേഹമായുള്ള ഒരു ചേർത്ത് വെപ്പ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനെ പൂർണ്ണമായി മാറ്റി എഴുതാൻ സാധിക്കും. എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ പടച്ച റബ്ബ് നമ്മെ സൃഷ്ടിച്ചത്, ആ ലക്ഷ്യം നേടാൻ സാധിക്കും. അതിന് പറ്റുന്ന ഒരു സുഹബത്തും ഒരു സഹവാസത്തിനുമുള്ള ഒരു വേദിയാണ് ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിനിധിയായി മുഹ്യിദ്ദീൻ ശിഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ സമകാലിക ദൗത്യവാഹകനായി കാരുണ്യക്കടലായ പടച്ച റബ്ബിൻ്റെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ഏൽപ്പിച്ച അവിടുത്തെ ഖലീഫയായി നിങ്ങൾക്ക് ഉസ്താദ് അവറുകളെ ഒന്ന് നോക്കിയാൽ, ഒന്ന് കണ്ടാൽ, ആ ഒരു നോട്ടം കൊണ്ട്, ഈ ഇരുത്തം കൊണ്ട് നമുക്ക് അള്ളാഹു ഹിദായത്ത് നൽകും. 40 വർഷത്തെ പാപങ്ങൾ പുറത്തു നൽകും. അതിനെക്കുറിച്ച് മഹാന്മാർ പറയുന്നത്, അള്ളാഹുവിൻ്റെ ഒരു ആരിഫിൻ്റെ കൂടെ ഒരു കോഴിമുട്ട ചട്ടിയിലിട്ട് ആംപ്ലേറ്റ് അടിക്കാൻ വേണ്ടിടുന്ന സമയം ചെലവഴിച്ചാൽ
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശത്രുക്കൾക്കെതിരെ പടപൊരുതി അടർക്കളത്തിൽ അടരാടി ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ കഷ്ണം കഷ്ണമായി ഛിന്ന ഭിന്നമായി രക്തസാക്ഷിയാക്കുന്നതിനേക്കാൾ പ്രതിഫലമുണ്ടെന്ന് മഹാന്മാർ വിശേഷിപ്പിക്കുന്നു. കാരണം നമ്മൾ നിലകൊള്ളുന്നത് ഒരു വലിയ യുദ്ധക്കളത്തിലാണ്, ജിഹാദുൽ അക്ബറിൻ്റെ യുദ്ധക്കളത്തിലാണ്. അതുകൊണ്ട് ഈ സന്ദർഭങ്ങൾ, ഈ സമയങ്ങൾ, ഈ ഇരുത്തം, ഇതൊക്കെ തുല്യതയില്ലാത്ത അമലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ സിദ്ദീഖ് റളിയല്ലാഹു കൊടുത്ത മറുപടി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സാക്ഷ്യപ്പെടുത്തി അത് അംഗീകരിച്ചു കൊണ്ട് കൊടുത്ത ആ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നമുക്ക് നൽകി പിന്നെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ബോധ്യപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം, കോഴിക്കോടുള്ള ഉസ്താദിൻ്റെ മുഹിബ്ബീങ്ങൾ, അവിടുത്തെ മക്കൾ ഇത്തരമൊരു വേദി ഒരുക്കി ഇവിടെ പിന്നെ ഉസ്താദിനെ അറിഞ്ഞവരും കേട്ടറിഞ്ഞവരും ആദ്യമായി വരുന്നവരൊക്കെ ഈ വേദിയിലുണ്ടെന്നാണ് ഈ സദസ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അവരോടൊക്കെ വളരെ സ്നേഹത്തോടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും പറയാനുള്ളത്, നമ്മുടെ സമ്പൂർണ്ണമായ, നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചു, 4 കാര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാകണം. അത് പറയുമ്പോൾ ഉസ്താദിനെ പറഞ്ഞു, നമ്മൾ പാറിപ്പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മൾ നഫ്സ് ഒഴിവാകണം, ഈ ലോകം ഒഴിവാകണം, പരലോകം ഒഴിവാകണം എന്നൊക്കെ പറയുമ്പോൾ, പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ആ ഒരു കാമിലായ, പൂർണ്ണരായ, മുറബ്ബിയായ, ആത്മീയമായ ഒരു ഗുരുകരങ്ങളിൽ നിഷ്കളങ്കമായി പടച്ച റബ്ബിലേക്ക് ചേർത്ത് നിൽക്കണമെന്നും അറിയണമെന്നും നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ രഹസ്യവും ലക്ഷ്യവും അറിയണമെന്നും ബോധ്യത്തോടുകൂടെ ആ കൈ നിങ്ങൾ ചേർത്ത് വച്ചാൽ ഈ പറയപ്പെട്ട എല്ലാം ഉയർത്തപ്പെടുകയും ആ ലക്ഷ്യം നേടി നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിന്ന് സന്തോഷത്തോടെ പുഞ്ചിരി തൂകി തൻ്റെ ലക്ഷ്യം നേടി കാരുണ്യക്കടലായ റബ്ബിനെ അറിഞ്ഞ് യാത്രയാവാൻ സാധിക്കും എന്നതിന് ഉസ്താദിൻ്റെ നമ്മളൊക്കെ ബന്ധപ്പെട്ട ഒരു 2 പതിറ്റാണ്ടിലധികമുള്ള കാലയളവിൽ അവിടുത്തെ മുരീദുമാർ എന്ന് പറയും, ശിഷ്യന്മാർ, ആ ശിഷ്യന്മാർ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞ, ഇന്നും അത്തരമൊരു ചടങ്ങിൽ പങ്കെടുത്തിട്ടാണ് നമ്മൾ വരുന്നത്, വിട പറഞ്ഞ അവരുടെ ആത്മീയ ജീവിതം ഈ ലോകത്തു നിന്ന് യാത്രയാകുമ്പോൾ സമ്പൂർണമായി ആ ഒരു വരവേൽപ്പ് നൽകി അവരെ സ്വീകരിച്ച് കൊണ്ടുപോകുന്ന രീതിയിൽ നമ്മളൊരു യാത്ര പുറപ്പെടുമ്പോൾ ഉണ്ടാവുമല്ലോ അല്ലേ? ഇപ്പം നമ്മളൊരു യാത്ര ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരുക്കങ്ങൾ, യാത്ര പറച്ചിൽ, അതെല്ലാം ചെയ്തിട്ടാണ് ആ കരാറുകൾ മുൻകഴിഞ്ഞ് പിന്നെ അവിടുത്തെ ഗുരുനാഥന്മാരിലൂടെ, മശായിഖന്മാരിലൂടെ അവർക്ക് നൽകപ്പെട്ട കരാറുകളൊക്കെ പച്ചയായി ഒത്തിരി ഈ ഒരു 2 പതിറ്റാണ്ടിൻ്റെ ഇടയിൽ ഒരു 20-ലധികം നമ്മളൊക്കെ പിന്നെ വ്യക്തിപരമായ അനുഭവങ്ങളിലുള്ള സന്തോഷകരമായ യാത്രയ്ക്ക് സാക്ഷിയായ അനുഭവ സാക്ഷ്യത്തിൽ സ്നേഹത്തോട് നിങ്ങളോട് പറയുന്നു, നേരത്തെ ഉസ്താദ് ഫസ്റ്റ് സൂചിപ്പിച്ച 2 ഭാഗമുണ്ട്, അള്ളാഹുവിൻ്റെ ഭാഗമുണ്ട്, പിശാചിൻ്റെ ഭാഗമുണ്ട്. രണ്ടും 2 രീതിയിലും, എല്ലാ രീതിയിലുള്ള പിന്നെ മഹദി എന്ന പേരിൽ, ഈസാ നബി എന്ന പേരിൽ, പിന്നെ പല രീതിയിലും എല്ലാതും പടർന്നു പന്തലിച്ച് സത്യവും വിദ്യയും ചെയ്ത്താൻ്റെ ആൾക്കാരെ, അള്ളാൻ്റെ ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് പൂർണ്ണമായി, അതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞത്, ഈ ലോകത്തുനിന്ന് നമ്മളുടെ തടിയിൽ നിന്ന് റൂഹ് പിരിയുമ്പോൾ, ആ റൂഹ് പിരിയുന്ന സമയത്ത് ഒരു പിശാച് നമ്മുടെ ഈമാൻ മോഷ്ടിക്കാൻ വേണ്ടി വരുന്ന സന്ദർഭമാണ് ഒരു തടിയിൽ നിന്ന് നമ്മുടെ റൂഹ് പിരിയുന്ന സന്ദർഭം. നമ്മളെ പ്രസവിച്ച ഉമ്മയുടെ രൂപത്തിൽ വന്നുകൊണ്ട് വെള്ളക്കൂജ കാണിച്ചുകൊണ്ട് നീ പിന്നെ ദീനിൽ നിന്ന് ജൂതനായി അല്ലെങ്കിൽ ക്രിസ്ത്യാനായി മരിക്കണം എന്ന് പറയുമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു സന്ദർഭത്തിൽ മഹാനായ മുഹ്യിദ്ദീൻ ശിറഅള്ളാഹു പറയുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് കെലിമ ഓർമ്മ വന്ന്, സത്യസാക്ഷ്യവചനം ഓർമ്മ വന്ന്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ പൂമുഖം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു കണ്ടുകൊണ്ട് അത് ആ മുഖം കണ്ടുകൊണ്ടിരിക്കലാണ് ഏറ്റവും വലിയ അമൽ എന്ന് പറഞ്ഞ ആ മുഖം കണ്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ, വിജയികളായി വിട പറയാൻ നമുക്ക് അവസരമൊരുക്കുന്ന പൂർണ്ണരായ, സമ്പൂർണരായ ഈ ഒരു ഗുരു സന്നിധിയിലാണ് നമ്മളുള്ളത്. ആ ഗുരുകരങ്ങളിൽ ചേർന്ന് നിൽക്കാനും ആ കദമിൽ അടിയുറച്ച് നിൽക്കാനും കാരുണ്യക്കടലായ റബ്ബ് തൗഫീക്ക് നൽകട്ടെ. അതിലേക്കുള്ള ഒരു വഴിയൊരുക്കങ്ങളായി, കാൽവപ്പുകളായി ഇത്തരം നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ, അവിടുത്തെ മക്കളുടെ ഈ യത്നങ്ങളെ, ശ്രമങ്ങളെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അവിടുത്തെ ഹദറത്തിലേക്കുള്ള ഒരു വലിയ ഖിദ്മയായി ഈ സുഹബയെ സ്വീകരിക്കട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. നമുക്കിന്ന് കോഴിക്കോടുള്ള ആളുകൾക്ക് ഒരുപാട്, ഉസ്താദിൻ്റെ മുരീദുകൾക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഒരുപാട് സന്തോഷവും അതേപോലെ ഒരു വലിയ അനുഗ്രഹവുമായി വന്നിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം.
ഉസ്താദ് കോഴിക്കോടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരു പരിപാടി ആസൂത്രണം ചെയ്തു. അതിലേക്ക് അൽഹംദുലില്ലാ നമുക്ക് 70ഓളം ആൾക്കാർ, നമ്മൾ എണ്ണ എടുത്ത് നോക്കിയപ്പോൾ 70 ആൾക്കാർ നമുക്ക് ഇന്ന് വന്നു. അൽഹംദുലില്ലാ. ഒരു ഉസ്താദിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള അർഹത എനിക്കില്ല, പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലേക്ക് ഈ ഒരു കാര്യം ഏൽപ്പിക്കപ്പെട്ടുകൊണ്ട്, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനത്തും മക്കത്തും ഉള്ള ഒരുപാട് ആളുകൾ കണ്ടിരുന്നു. അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൂടെ നടന്നു, എന്നാൽ ആ ദീനിലേക്ക് വരാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ മക്കത്ത് ജനിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള അദ്ദേഹത്തെ കണ്ടവരുമുണ്ട്, എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവരുമുണ്ട്. അപ്പോൾ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുക എന്നുള്ളതാണ് നമുക്ക് ഉസ്താദ് ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു തന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇന്ന് നമ്മൾ ഉസ്താദിനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി, പക്ഷേ ആ ഉസ്താദിൽ നമ്മൾ കാണേണ്ട ആ ഷെയ്ഖിനെ നമുക്ക് പരിചയപ്പെടാൻ നമുക്കൊരു അവസരം നമ്മൾ തന്നെ അത് ഉണ്ടാക്കി, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത് നമ്മൾ ആ ഒരു അവസരം നമ്മൾ കണ്ടെത്തണം. നമ്മൾ ഉസ്താദിൻ്റെ അടുത്തേക്ക് പോകണം. ആ ഷെയ്ഖ് എന്നുള്ള വിഷയത്തിനെ നമ്മൾ കണ്ടെത്തി അതിലേക്ക് നമ്മൾ കൂടണം. എന്നാൽ മാത്രമേ ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള യാഥാർത്ഥ്യത്തെ നമുക്ക് കാണാനും മനസ്സിലാക്കാനും അതിൽ കൂടി അതിൽ ജീവിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. വീണ്ടും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരോടും ഒരുപാട് നന്ദി. നമുക്ക് ഈ ഒരു അവസരം തന്ന ഉസ്താദിനോടും അൽഹംദുലില്ലാ ഒരുപാട് നന്ദി.